ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രെയിമിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ കഥകളുടെ ദിവസമാണെന്ന്. കഥയിലുമുള്ളൊരു കാര്യം, സ്റ്റോറി തെറാപ്പിയുടെ 117ാമത്തെ ദിവസം. മനോഹരമായ ഒത്തിരി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒത്തിരിയും ഗുണപാഠങ്ങൾ നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെച്ച് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അനേകർക്ക് അത് പകർന്നു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇന്ന് പുതിയൊരു കഥയുമായി നമ്മുടെ കഥാകാരൻ ജോഷി സാർ എത്തിയിട്ടുണ്ട്. സാർ കാവാലത്താണ്. കഥകളെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ, അതിൻ്റെ ആ ഇമോഷൻസും അതിൻ്റെ രസതന്തുവും എല്ലാം ഉൾപ്പെടെ അവതരിപ്പിക്കാൻ നല്ലവണ്ണം അറിയാവുന്ന ജോഷി സാറിനെ നമുക്ക് കേൾക്കാം. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ജോഷി സാറിനെ. ജോഷി സാർ, യു ആർ വെൽക്കം. ഓക്കെ സാർ, ഈ സായാഹ്നത്തിന്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇന്നത്തെ ഈ കഥാദിനം ഞാൻ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു കഥ അവതരിപ്പിക്കാൻ ഇപ്പോൾ വരുന്നത്. ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോൾ ഇത് വളർന്ന് നല്ല വടവൃക്ഷമായിട്ടുണ്ട്. അതുകൊണ്ട് ആളുകളെല്ലാം വന്ന് അവതരിപ്പിക്കട്ടെ എന്നുള്ള നിലയിൽ ഞാൻ അല്പം പുറകോട്ട് മാറി. പിന്നെ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ. പിന്നെ ഇന്നത്തെ ദിവസം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് സാർ. ഇന്നലത്തെ ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു. ഇന്നലെ 1600-ാം ദിവസമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് 1601 ഇപ്പൊ ഞാൻ വെറുതെ ഒന്ന് കണക്ക് കൂട്ടി നോക്കിയപ്പോൾ 222 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ മാറ്റിനി വെബിനാറിന് 5 വയസ്സ് പൂർത്തിയാകും. അങ്ങനെ 222 ദിവസം. അതൊരു കേൾക്കാൻ സുഖമുള്ളൊരു നമ്പരും കാണാൻ സുഖമുള്ള നമ്പരും ആയതുകൊണ്ട് ആ ഒരു നല്ല ദിവസത്തിൽ എനിക്ക് വീണ്ടും ഇവിടെ കടന്നു വരാൻ പറ്റിയതിൽ ഉള്ള സന്തോഷം അറിയിക്കട്ടെ. വലിയ ഗഹനമായ കഥയൊന്നും ഇന്ന് അവതരിപ്പിക്കുന്നില്ല. കുഞ്ഞു കവിതകൾ, ചെറു കവിത എന്ന് പറഞ്ഞാൽ തീർത്തും ചെറിയ ചെറുകഥ. ഓക്കെ, സമയത്തിന്റെ അനുസരിച്ച് ഞാനിത് എത്ര എണ്ണം വേണമെന്ന് തീരുമാനിക്കും. ഓക്കെ, നമുക്ക് കടക്കാം. ആദ്യത്തെ കഥയുടെ പേര് കുപിത. അശ്വതി ആർ എന്ന് പറയുന്ന വളരെ ഒരു ചെറിയ പെൺകുട്ടി എഴുതിയ കഥയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ ഒരു കൊച്ചുകുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലയിൽ ഈ കഥ ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ഇന്നലെയും ആ ലീനരാക്ഷസി എന്നെ തല്ലി. എപ്പോഴും ചട്ടം പഠിപ്പിക്കല. ഉച്ചയ്ക്ക് ചോറ് മതിയെന്ന് പറഞ്ഞിട്ടും മുഴുവൻ കഴിപ്പിച്ച് കുറെ ചീത്തയും പറഞ്ഞ് സ്കൂളിലേക്കുള്ള യാത്രക്കിടയിൽ വിനു അമ്മയോട് പരിഭവം പറഞ്ഞുകൊണ്ടേയിരുന്നു. വിനു, നല്ല അടി കിട്ടുവേ. ടീച്ചറെ ആണോടാ രാക്ഷസി എന്നൊക്കെ വിളിക്കുന്നത്? തല്ലി പഠിപ്പിച്ചാലേ കുട്ടികൾ നന്നാവൂ. അതാ വഴക്കും തല്ലും ഒക്കെ തരുന്നത്. മനസ്സിലായോ നിനക്ക്? അമ്മയുടെ മറുപടിയിൽ അവൻ നിശബ്ദനായി. അന്ന് അസംബ്ലിക്ക് ശേഷം നിരനിരയായി പോകുന്നതിനിടയിൽ കുട്ടികൾ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. കൂട്ടത്തിൽ ബിനുവും എത്തി വലിഞ്ഞു നോക്കുമ്പോൾ ലീന ടീച്ചറെ അറസ്റ്റ് ചെയ്തുകൊണ്ടു പോകുന്ന കാഴ്ച അവനത് ഇരട്ട മൈനയെ കണ്ട സന്തോഷം ഉണ്ടാക്കി. വൈകുന്നേരം അവസാന ബെല്ലിന് ശേഷം ക്ലാസ് മുറിയിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കാത്തു നിൽക്കുന്ന അമ്മയുടെ അടുത്തേക്ക് തുള്ളി ചാടി ചെന്നു. അമ്മ സ്കൂളിലെ കഞ്ഞിവെപ്പുകാരി സരള ചേച്ചിയോട് എന്തോ ഗൗരവത്തിൽ സംസാരിക്കുകയാണ്. ലീന ടീച്ചറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു കൊച്ച് കുരുത്തക്കേട് കാണിച്ചതിന് അച്ചാലും പിച്ചാലും തല്ലിയത്രേ. ആ കൊച്ചിന്റെ അപ്പനും അമ്മയും കൊണ്ടുപോയി കേസും കൊടുത്തു. കുട്ടികളെ ഒരു പരിധി വിട്ട് തല്ലിയാൽ അച്ഛനമ്മമാര് വെറുതെ ഇരിക്കില്ലല്ലോ
അല്ലെങ്കിലും ഇവിടുത്തെ മറ്റ് ടീച്ചേഴ്സിനെ പോലെ അല്ല ടീച്ചർ. കണിശവും ദേഷ്യവും കുറച്ച് കൂടുതലല്ലേ ചേച്ചി? കുട്ടികൾ അച്ചടക്കമില്ലാതെ വളരുന്നത് മാത്രം ടീച്ചർക്ക് സഹിക്കില്ല. ഈ കാണിക്കുന്ന കർക്കശമൊക്കെ മാറ്റിവെച്ചാൽ ടീച്ചർ ഒരു പാവമാ. എന്നെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അധികം ആർക്കും അറിയില്ല. അങ്ങ് തൃശ്ശൂരിലെ വലിയൊരു തറവാട്ടിലെയാ. കെട്ടിച്ചു വിട്ടതും വലിയൊരു തറവാട്ടിലേക്ക്. പക്ഷേ എന്തൊക്കെ ഉണ്ടായിട്ടെന്താ? ഇപ്പോഴത്തെ രണ്ടാം ഘട്ട. ആദ്യം കെട്ടിയവൻ ആള് ശരിയല്ലായിരുന്നേ. ആർക്കോ വിൽക്കാൻ നോക്കിയതാ ടീച്ചറിനെ. എന്തോ ഭാഗ്യത്തിന് അവിടുന്ന് ഓടിപ്പോന്നതാ. ഒന്നാമത്തെ കഥ ഇവിടെ അവസാനിച്ചു. കുപിതയായ ഒരു ടീച്ചറിന്റെ കഥയായിരുന്നു. ഓർത്ത് വയ്ക്കുക, നമുക്ക് അവസാനം ചർച്ച ചെയ്യാം. കുറച്ച് കാര്യങ്ങളല്ല എൻ്റെ അകത്ത്. രണ്ടാമത്തതും ചെറിയൊരു കഥയാണ്. അതിൻ്റെ പേര് ഇളം പ്രണയം എന്നാണ്. അന്ന് കാഴ്ച മങ്ങുന്ന സന്ധ്യാനേരത്ത് ഒരു പെൺകുട്ടി സഹോദരന്റെ കയ്യും പിടിച്ച് ഇളം മഞ്ഞ പാവാടയും നിറം മങ്ങിത്തുടങ്ങിയ ചുവപ്പ് ബ്ലൗസും അണിഞ്ഞ് അവന്റെ വീടിനപ്പുറത്തെ മുറ്റത്ത് കൂട്ടുകൂടുവാൻ വന്നത് ഇന്നും അവന്റെ കണ്ണുകളിൽ മായാതെ തെളിഞ്ഞു നിൽക്കുന്നു. അവന്റെ പ്രണയത്തിന്റെ കണക്ക് പുസ്തകത്തിൽ കൂട്ടിക്കിഴിക്കുവാൻ പഠിക്കും മുമ്പേ എഴുതി ചേർത്ത ഒരേട്. വീടിന്റെ ഉമ്മറച്ചുവരിൽ ചാരി തീരെ കീറിത്തുടങ്ങിയ ഒരു നീല കുപ്പായവും അണിഞ്ഞ് കാലം തെറ്റിച്ച് ഒരു സുഹൃദ് വലയത്തിനായി വെമ്പി നിൽക്കുന്ന അവനെ നോക്കി അവൾ പുഞ്ചിരിച്ചു. ഒരു മന്ദാരപ്പൂ വിരിയും പോലെ. അന്നാണ് അവനുള്ളിലെ അഗ്നിനാളങ്ങൾ ആദ്യമായി തെളിഞ്ഞതും ചിത്രശലഭങ്ങൾ നിറശോഭയോടെ പറക്കാൻ തുടങ്ങിയതും. അവന്റെ പേര് ചോദിച്ച് അവൾ അടുത്തു വന്നതും എന്തോ അവനുള്ളിൽ കടലിരമ്പിയതും ഇച്ചിരി ലജ്ജ അവനിൽ പൊടിഞ്ഞതും അവളുടെ പേര് ചോദിക്കുന്നതിൽ നിന്ന് അവനെ തെല്ലൊന്ന് മടുപ്പിച്ചു. പതിയെ എല്ലാം മാറി. കളിയും ചിരിയും ഊഞ്ഞാലാട്ടവും ഒക്കെയായി ആഹ്ലാദ തിമർപ്പിലേറി ഒന്നിച്ചവർ വളർന്നു. അയൽ വീടുകളാണെന്ന തോന്നലുകൾ ഏതുമില്ലാതെ പരസ്പരം വീടുകളിൽ പോയി കളിച്ചും ചിരിച്ചും കഴിച്ചും കാലങ്ങൾ കടന്നുപോയി. പതിയെ പതിയെ അവളോടൊപ്പം അവളുടെ ലജ്ജയും നാണവും വളരുന്നതും സംസാരത്തിൽ മിതത്വം വരുന്നതും അവൻ കണ്ടു. എന്നാൽ ഏറെ അടുത്ത അയൽ ബന്ധങ്ങൾ അവരുടെ തുറന്ന പറച്ചിലുകൾ ബന്ധനങ്ങളായി നിലകൊണ്ടു. ഏറെ വൈകാതെ തന്നെ അവിടുന്ന് താമസം മാറ്റിപ്പോയ അവനിലെ മോഹങ്ങൾ ബാക്കിയാക്കാനെന്നോണം വല്ലപ്പോഴും അവളെ കാണാനാണ് അവൻ വന്നിരുന്നതെന്ന് മനസ്സിലാക്കി അവളുടെ വീട്ടുകാർ ഇത്തിരി നീരസത്തോടെ തന്നെ അവനെ അകറ്റാനും കുത്തുവാക്കുകൾ പറയാനും തുടങ്ങി. തനിക്കേറ്റം പ്രിയപ്പെട്ടവർ തന്നെ ഒഴിവാക്കുകയാണെന്ന തിരിച്ചറിവും അവർക്ക് താൻ വേദന ഉണ്ടാക്കിയെന്ന കുറ്റബോധവും അവനെ തളർത്തി. പതിയെ അവൻ അവളിൽ നിന്ന് അകലാൻ ഓരോ കാരണങ്ങൾ കണ്ടെത്തി. അവന്റെ മനസ്സിനെ അത് പറഞ്ഞ്
പഠിപ്പിക്കുവാനും തുടങ്ങി. അച്ഛൻ ഒരിക്കൽ അവളുടെ കൂട്ടുകാരിയുടെ പേര് പറഞ്ഞ് അവരെ ഇഷ്ടമാണെന്ന് അവളോട് പറയുകയും അങ്ങനെ പരിഭവങ്ങൾക്ക് തുടക്കമിട്ട് പതിയെ പതിയെ അകറ്റി. അവളെ മറക്കണമെന്ന ഉദ്ദേശത്തോടെ അവളുടെ കൂട്ടുകാരിയെ മനസ്സിലേറ്റി തനിക്ക് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൻ പഠിപ്പിച്ചു. എന്നാൽ അത് പിന്നീട് സത്യമായി. അവനും കൂട്ടുകാരിയും പ്രണയത്തിലായി. അധികം ആയുസെത്താതെ കൊഴിഞ്ഞ ആ പ്രണയം അവർക്കിടയിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം ഉളവാക്കി. അവനെല്ലാം തുറന്നു പറഞ്ഞു. തൻ്റെ പ്രണയം ഇവരിലേക്ക് എത്തിയതുൾപ്പെടെ. അതൊന്നും അവരുടെ സുഹൃത്ത് ബന്ധത്തിന് ഇളക്കമേകിയില്ല. ഇന്നും അവളുടെ ഓർമ്മകൾ വിരിയുമ്പോൾ കൂട്ടുകാരിയെ വിളിച്ച് അവൻ അവളെപ്പറ്റി അന്വേഷിക്കും. തൻ്റെയും കൂടി കാമുകനായിരുന്നു അവനെന്ന യാതൊരു ചിന്തകളുമില്ലാതെ കൂട്ടുകാരി അവളുടെ പ്രിയ കൂട്ടുകാരിയെ പറ്റി എല്ലാം വാതോരാതെ പറഞ്ഞു കേൾപ്പിക്കും. ആ നിമിഷങ്ങളിൽ അവനിൽ വീണ്ടും ആദ്യം പറന്ന ചിത്രശലഭങ്ങൾ അതേ നിറശോഭയോടെ പറക്കാൻ തുടങ്ങും. അവൻ ഇന്നും കൊണ്ടു നടക്കുന്ന ആദ്യ പ്രണയത്തിന്റെ മാധുര്യവുമായി. ഇതോടെ രണ്ടാമത്തെ കഥയും കഴിഞ്ഞു. ഇനി ഒരു കഥ കൂടെ പറയാം. അല്പം നേരം കൂടി ഉണ്ടല്ലോ. ആ കഥ എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. അതുകൊണ്ട് എളുപ്പമുണ്ട് കാര്യം മനസ്സിലാക്കാൻ. പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതാണെന്നാണ് എൻ്റെ വിചാരം. മല്ലനും മാധേവനും കഥയൊക്കെ എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഗുണപാഠമുള്ള കഥ കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. രാമപുരം ഗ്രാമത്തിലെ ഉറ്റ ചങ്ങാതിമാരായിരുന്നു മല്ലനും മാധേവനും. കുഞ്ഞുനാൾ മുതൽ ഒരുമിച്ച് വളർന്ന അവർ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് തന്നെ ഉണ്ടാവും. നാട്ടിലെ ഉത്സവമായാലും ശ്രമദാനമായാലും എല്ലാം അവരൊരുമിച്ച് തന്നെ. അവരുടെ ഈ ഒത്തൊരുമയിൽ പലർക്കും അസൂയയും ഉണ്ടായി. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും തങ്ങൾ ഒരുമിച്ച് തന്നെ എന്ന് മല്ലനും മാധേവനും എപ്പോഴും പറയുമായിരുന്നു. മുതിർന്നതോടെ അവർ പണികൾക്ക് പോകാൻ തുടങ്ങി. മരം വെട്ട്, കൃഷിപ്പണി, കിണർ കുഴിക്കൽ എന്ന് വേണ്ട ഏത് പണിയും ചെയ്യുന്ന അധ്വാനശീലരായിരുന്നു അവർ. ജോലിക്ക് പോകുന്നതും ഒരുമിച്ച് തന്നെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. അടുത്ത നാട്ടിലും അവർ പണിക്ക് പോയിരുന്നു. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് മല്ലനും മാധേവനും തമ്മിൽ പിണങ്ങി. പിന്നെ ഒരിക്കലും അവർ തമ്മിൽ ഈ രമ്യതയിലായിട്ടില്ല. എന്താണ് കാരണമെന്നറിയണ്ടേ? ഒരു ദിവസം കുറെ ദൂരെ സ്ഥലത്ത് പണിക്ക് പോയി. തിരികെ വരുമ്പോൾ ഒരു കാടിനുള്ളിലൂടെയാണ് വരേണ്ടിയിരുന്നത്. ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള കാടാണെന്ന് കേട്ടിട്ടുണ്ട്. ഉള്ളിൽ ശരിക്കും ഭയത്തോടെ അവർ വേഗം നടന്നു. ഇടയ്ക്കിടെ മൃഗങ്ങളുടെ ശബ്ദവും മറ്റും കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ദൂരെ പൊന്തക്കാട്ടിന് ഇടയിൽ നിന്നും ഒരു ശബ്ദം. ഒരു തടിയൻ കരടി മണം പിടിച്ച് തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അവർ കണ്ടു. ജീവിക്കാനായാലും മരിക്കാനായാലും ഒരുമിച്ചുണ്ടാവുമെന്ന കാര്യം മല്ലൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. പക്ഷേ തിരിഞ്ഞു നോക്കിയപ്പോൾ മാധേവനെ കാണാനില്ല. മാധേവൻ ജീവനും കൊണ്ട് അടുത്ത് കണ്ട ഒരു മരത്തിൽ ഓടിക്കയറിയിരിക്കുന്നു. സ്തബ്ധനായി പോയ മല്ലന് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ സാധിക്കാതായി.
ജീവിക്കാനായാലും മരിക്കാനായാലും ഒരുമിച്ചെന്ന് പറഞ്ഞിരുന്ന ഉറ്റ ചങ്ങാതി ഇതാ ഒരാപത്ത് വന്നപ്പോൾ സ്വന്തം രക്ഷ മാത്രം നോക്കി രക്ഷപ്പെട്ടിരിക്കുന്നു. തന്നെ ഈ കരടി കൊന്നത് തന്നെ മല്ലനാകെ വിവശനായി. പക്ഷേ പെട്ടെന്ന് അവന്റെ മനസ്സിലൊരു ബുദ്ധി തോന്നി. അവൻ നിലത്ത് ശ്വാസം പിടിച്ച് മരിച്ചതുപോലെ കിടന്നു. ദൂരെയുള്ള പൊന്തക്കാട്ടിൽ നിന്ന് മണം പിടിച്ച് ഇതിനകം തന്നെ കരടി എത്തിയിരുന്നു. മരത്തിന്റെ മുകളിലിരുന്ന മാധവനെ കരടി കണ്ടില്ല. നിലത്ത് കിടക്കുന്ന മല്ലന്റെ അടുത്തെത്തിയ കരടി ചുറ്റും നടന്നവനെ മണത്തു നോക്കി. കുറെ നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്ന കരടി ശ്വാസം അടക്കി കിടന്ന മല്ലൻ മരിച്ചു കിടക്കുകയാണെന്ന് കരുതി സ്ഥലം വിട്ടു. കരടി ദൂരെ എത്തിയെന്ന് ഉറപ്പായ മാധവൻ മെല്ലെ മരത്തിൽ നിന്നിറങ്ങി നിലത്തിറങ്ങി മല്ലന്റെ അടുത്തെത്തി. ശ്വാസം അടക്കി കിടന്ന അവനെ തട്ടി ഉണർത്തിക്കൊണ്ട് അല്പം പരിഹാസത്തോടെ ആപത്തിൽ ഉപേക്ഷിച്ച സങ്കോചത്തോടെ ചോദിച്ചു, മല്ല, കരടി എന്താ നിന്റെ ചെവിയിൽ പറഞ്ഞത്? ആപത്തിൽ തന്നെ വിട്ടു പോയതിലുള്ള സങ്കടവും ദേഷ്യവും ഒക്കെ കടിച്ചമർത്തി മല്ലൻ പറഞ്ഞു. കരടി എന്നോട് ചെവിയിൽ പറഞ്ഞത് എന്താണെന്നോ? ആപത്തിൽ ഉപേക്ഷിക്കുന്ന ചങ്ങാതി ചങ്ങാതിയല്ല എന്നാണ്. അതുകൊണ്ട് ഇനി എനിക്ക് നിന്റെ കൂട്ട് വേണ്ട. ഇത്രയും പറഞ്ഞ് മല്ലൻ വേഗം അവിടം വിട്ടുപോയി. പിന്നീട് ഒരിക്കലും അവർ തമ്മിൽ മിണ്ടിയിട്ട് പോലുമില്ല. അതെ, ആപത്തിൽ ഉപേക്ഷിക്കുന്ന ചങ്ങാതി ചങ്ങാതിയല്ല. തക്ക സമയത്ത് തോന്നുന്ന ബുദ്ധി ജീവൻ പോലും രക്ഷിക്കും. ഈ 3 കുഞ്ഞു കഥകൾ കൊണ്ട് ഇന്നത്തെ ദിനത്തെ ഞാൻ പൂർണ്ണമാക്കുന്നു. കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. തുടർന്നുള്ള ചർച്ചയിൽ നിങ്ങൾക്ക് ഞാൻ കാണാത്ത അർത്ഥതലങ്ങൾ നിങ്ങൾക്ക് കാണാം. താങ്ക് യു. താങ്ക് യു സാർ. തീർച്ചയായിട്ടും മനോഹരമായ കഥകൾ. അതിൽ ഏറ്റവും അവസാനത്തെ കഥ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. പക്ഷെ ആ കഥ എന്താണെന്ന് സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഇപ്പോൾ സാറ് പറഞ്ഞപ്പോഴാണത് മനസ്സിലേക്ക് ഓർമ്മ വന്നത്. മല്ലനും മാധവൻ്റെയും കഥ പണ്ട് പഠിച്ചതാണെങ്കിലും അത് മറന്നുപോയി. ആദ്യത്തെ കഥ വളരെ ചെറിയൊരു കഥയാണ്, പക്ഷെ ഒത്തിരിയും അർത്ഥങ്ങളുണ്ട് അല്ലേ? മാതാപിതാക്കൾ മക്കളെ നന്നാക്കാൻ ശ്രമിക്കാതെ വന്നാൽ തീർച്ചയായിട്ടും അധ്യാപകരൊക്കെ അറസ്റ്റിലാവുമെന്ന് ഉറപ്പാണ്. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. സ്കൂളിലേക്കൊക്കെ ചെല്ലുമ്പോൾ പൊതുവെ കുട്ടികൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് എന്നൊക്കെ പറയും. അങ്ങനെ ഒരു തലത്തിലായിപ്പോയി. അതാകുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും അധ്യാപകർക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. പല പ്രാവശ്യം പല കാരണങ്ങൾ കൊണ്ട് ദേഷ്യം വന്ന് അവസാനം, അതുകൊണ്ടാണ് കുട്ടികൾ അധ്യാപകർ വടി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത്. വടിയും പകരം കൈയൊക്കെ ഉപയോഗിച്ച് അടിക്കാൻ തുടങ്ങിയാൽ ചിലപ്പം ഒരു നിമിഷം കൊണ്ട് നമ്മുടെ നിയന്ത്രണം തെറ്റി പ്രശ്നങ്ങളുണ്ടായി പോകും. ആ ലീനരാക്ഷസി എന്നെ ചട്ടം പഠിപ്പിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്കുകൾ സാധാരണ കുട്ടികൾ പറയുന്ന അതേ രീതി ഒരു ചെറിയ മോൾ എഴുതിയതാണെന്ന് സാർ പറയുകയും ചെയ്തു. അശ്വതി അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കുട്ടികൾക്കുണ്ടാകുന്ന സന്തോഷവും ഒക്കെ അതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് കാണാം. രണ്ടാമത്തെ കഥയിൽ ഒരു ഇളം പ്രണയം എന്നാണ് സാർ അതിന് പറഞ്ഞത്. ലിൻഡോ മാളിയേക്കൽ എന്നാണ് എഴുതിയ കൊച്ചിന്റെ പേര്. യെസ്. മന്ദാരപ്പൂ വിരിയുന്നത് പോലെ ഒരു ചിരിയിലൂടെ ഒരു ചെറിയ പ്രണയം രൂപപ്പെടുന്നതും അതിനുശേഷം പതിയെ പതിയെ അകന്നകന്നകന്ന് പോകുന്നതും പിന്നെ അതിന് പകരം നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ ശ്രദ്ധിച്ചു കാണാം, ന്യൂ ജനറേഷൻ പല രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഒട്ടും അറിയില്ലാത്ത രീതിയിലുള്ള മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ ഇന്നത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻസ് സ്റ്റേറ്റൊക്കെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞാൽ മറ്റൊരാളെ സ്റ്റാൻഡ് ബൈ ആയിട്ട് നിർത്തുന്ന ചില പ്രോസസ്സുകളൊക്കെ ഉണ്ട് എന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. അപ്പം അങ്ങനെയുള്ളതിൽ വന്ന ഒരാൾ പോയപ്പോൾ പുതിയ ഒരാളെ കണ്ടെത്തുന്നതും അവിടുന്ന് ഒരു വേർപിരിയലും അതിനുശേഷം ഒരു സുഹൃത്ബന്ധവും എല്ലാം മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന
ഒരു ചെറിയ പ്രണയത്തിൻ്റെ താഴ്വഴികൾ എന്ന് വേണേൽ പറയാം. മൂന്നാമത്തെ കഥ ആസ് യൂഷ്വൽ മലരും മാധവനുമാണ്. ആപത്തിൽ ഉപേക്ഷിക്കുന്ന ചങ്ങാതിയെ നമ്മൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു നല്ലൊരു മോറൽ പാഠവും അതിൻ്റെ അകത്തുണ്ട്. സോ 3 കഥകളും ചെറുതാണെങ്കിലും ഒത്തിരി അത് എഴുതിയവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ പറഞ്ഞ ജോഷി സാർ. ഓക്കെ, ഇനി നമുക്ക് ഉലയനാൻ സാറിൽ തുടങ്ങാം. സാർ കേൾക്കാമോ? യെസ് സാർ. ജോഷി സാറെ, ഒത്തിരി നമസ്കാരം. മല്ലൻ്റെയും മാധവൻ്റെയും കഥ സാർ തുടക്കത്തിലേ പറഞ്ഞ് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇന്നും നമ്മുടെ നാട്ടിൽ ഈ മല്ലനും മാധവന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിലേത് മല്ലൻ ഏത് മാധവൻ എന്ന് കണ്ടുപിടിക്കുന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഇന്നുള്ളൂ. ആ കഥാപാത്രങ്ങൾ ഇന്നും നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതാണ് ശരി. നമ്മൾ ലേശം പുറകോട്ട് പോയി കഴിഞ്ഞാൽ ക്രിസ്തുവിനോടൊപ്പം മുണ്ടുമുറങ്ങിയും കണ്ടും കേട്ടും നടന്നിരുന്ന ആ വ്യക്തിയാണ് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നത്. ഇവിടെയും നമുക്ക് ആ മല്ലനെയും മാധവനെയും കാണാൻ കഴിയും. ആ കഥയ്ക്ക് ഞാൻ അത്രയും ഉയർന്ന മാനമാണ് കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് മറ്റൊന്നും എനിക്ക് പറയാനുള്ള, വളരെ ചെറുപ്പത്തിലേ മനസ്സിൽ തട്ടിയ ആ കഥയ്ക്ക് ഇങ്ങനെ ഒരു മാനവും കൂടി കൊടുക്കാൻ ഇപ്പോൾ എനിക്ക് സാധിക്കുന്നു. രണ്ടാമത്തെ കഥയിലേക്ക് പോയാൽ നമ്മളൊക്കെ ഇതിനകത്തെ കഥാപാത്രങ്ങളല്ലേ എന്നാണ് സംശയിക്കുന്നത്. പണ്ട് കോളേജ് ലെവലൊക്കെ എത്തുമ്പോഴാണ് ഒരു പ്രേമത്തിന് കണ്ണു കാണുക, അല്ലെങ്കിൽ പുതിയ മുട്ടുകൾ വിടരുക. ഇപ്പോൾ 5ാം ക്ലാസ്സിൽ എത്തുമ്പോൾ തന്നെ ഐ ലവ് യു എന്ന് എഴുതി അർത്ഥമറിയാതെ പാസ് ചെയ്യുന്നൊരവസ്ഥ ഇന്നുണ്ട്. പക്ഷേ പലപ്പോഴും ആ 5ാം ക്ലാസ്സിൽ നിന്നും തുടങ്ങിയത് ജീവിത അവസാനം വരെ കൊണ്ടുപോകുന്നവരുണ്ട്. ആധുനിക മോഡേൺ ജനറേഷൻ തേയ്ക്കുക എന്നൊരു വാക്ക് ഉപയോഗിച്ച് വിട്ടുപോകുന്നവരുണ്ട്. ഇവിടെ നിന്ന് കിട്ടുന്നതിനപ്പുറത്ത് അവിടെ എന്തോ ഉണ്ടോ എന്ന പ്രതീക്ഷയിൽ ചെല്ലുകയും കാൽപന്ത് കളിയിലെ പന്തായി മാറുകയും മറ്റൊരാളുടെ ഗോളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന കഥകളും ഈ കുഞ്ഞു കുഞ്ഞു പ്രണയത്തിൻ്റെ ബാക്കിപത്രങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരാളെ മനസ്സിൽ സൂക്ഷിച്ച് കൊണ്ടു നടന്ന് അയാളുടെ ബാഹ്യപത്രങ്ങൾ കൊണ്ട് അയാളിൽ നിന്ന് അകന്നകന്നു പോകുമ്പോൾ പുതിയൊരു കഥാപാത്രത്തെ കൂട്ടിന് കിട്ടുകയും അവരോടൊപ്പം പങ്കുവയ്ക്കുകയും ചെയ്തു. പക്ഷെ എന്നിട്ടും ആദ്യകാലത്തെ 1ാം കാലത്തെ ആ സുഹൃത്തിനെ അന്വേഷിക്കുകയും സുഹൃത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ തേടിക്കഴിഞ്ഞ് അതിലേക്ക് തന്നെ മനസ്സുറപ്പിക്കുകയും ചെയ്യുന്ന കഥയാണ് രണ്ടാമത്തെ കഥ. ഭംഗിയായിരിക്കുന്നു. ഇതും നമ്മുടെ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ ഉള്ളതാണ്. ഈ സ്നേഹം, പ്രേമം, ഇതിനൊക്കെ തുടക്കത്തിൻ്റെ മധുരം മറ്റൊന്നിലേക്കും വരികയില്ല. ഓരോ ഓർമ്മച്ചെപ്പുകൾ തുറക്കുമ്പോഴാണ് അതിൻ്റെ മധുരം നമ്മൾ അനുഭവിക്കുന്നത്. ആദ്യ കഥയിലേക്ക് പോയാൽ ഇന്നത്തെ അധ്യാപകരുടെ സ്ഥിതിയിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അധ്യാപകരാണ്, പ്രത്യേകിച്ച് ടീച്ചേഴ്സ്, വിമൻ ടീച്ചേഴ്സാണ് കുട്ടിയുടെ രണ്ടാനമ്മ എന്ന് പറയുന്നത്. അമ്മയ്ക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ അധ്യാപകർക്ക് സ്കൂളിൽ കുട്ടികളെ നിയന്ത്രിക്കാനും നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനും നേർവഴിക്ക് നടത്താനും കഴിഞ്ഞിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് അത് മാറി. ഇന്ന് നമ്മുടെ യുവതലമുറയെ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ നിയമങ്ങൾ കൊണ്ടുവരികയും അതിൻ്റെ ഗുണകരമായ ഫലങ്ങൾ അനുഭവിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. അവർക്ക് വേണ്ടി ഇൻകിലാബ് വിളിച്ച് സ്വന്തം നെഞ്ചിൽ കത്തിയേറി ഒരു ചുവപ്പ് പട്ടിൽ പൊതിഞ്ഞ്, അല്ലെങ്കിൽ ത്രിവർണ പതാകയിൽ പൊതിഞ്ഞ്, അല്ലെങ്കിൽ മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ് തീർക്കുകയാണ്. അവിടെ അവരുടെ മുൻപിൽ ചില പ്രതീകങ്ങളായി റോഡ് വക്കിലെ ബസ് സ്റ്റാൻഡിൻ്റെ ആ പേരുകൾ നൽകി അവരവസാനിക്കുന്നു. അധ്യാപകരെ മാനിക്കാൻ ഇനിയും വൈകിപ്പോയാൽ, ഉണ്ടാക്കപ്പെട്ട നിയമങ്ങൾ മാറ്റി എഴുതിയില്ലെങ്കിൽ
ഒരു തലതിരിഞ്ഞ സമൂഹം നമുക്ക് മുൻപിലുണ്ടാവും. നമ്മുടെ മക്കൾ അതിൽ പങ്കാളികളാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 3 കഥയും നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിഞ്ഞു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർ. താങ്ക് യു സാർ. ശ്രീകുമാരിയമ്മ. നല്ല കഥ, കൊച്ചു കഥകളാണെങ്കിലും മധുരമുള്ള കഥയായിരുന്നു. പിന്നെ സാറിന്റെ അവതരണ രീതിയെ പറ്റി പറയാനില്ല, അത്രയ്ക്ക് നന്നായിരുന്നു. ആദ്യത്തെ കഥയാണെങ്കിൽ കുപിത എന്ന ടീച്ചറിന്റെ കഥയാണ്. ഒരു കൊച്ചുകുട്ടി എഴുതിയ അശ്വതിയുടെ കഥയാണ്. ടീച്ചർ തല്ലുന്നത് എന്തിനാണ്? കുട്ടികൾ നന്നാകാൻ വേണ്ടി. അത് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ വരെ എത്തിച്ചേർന്നു. അത് മാതാപിതാക്കൾ മനസ്സിലാക്കാത്തതാണ് അതിന്റെ തെറ്റ്. മക്കളെ നന്നാക്കി വളർത്താൻ മാതാപിതാക്കൾ കൂടെ ശ്രദ്ധ ചെലുത്തണമായിരുന്നു. പിന്നെ അവരൊരു മാതാവിനെ പോലെ തന്നെ ചോറ് കൂട്ടുന്ന കാര്യവും ഇതിൽ പറയുന്നുണ്ട്. അത് കുട്ടിക്ക് അത് അസഹ്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ രണ്ടാമത്തെ കഥയാണെങ്കിൽ പ്രണയ നഷ്ടവും വീണ്ടും കൂട്ടുകാരിയെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ നോക്കുന്നു. പക്ഷേ എങ്കിലും പഴയ കൂട്ടുകാരി, നീലക്കുപ്പായവും ഇട്ട കൂട്ടുകാരി, മഞ്ഞപ്പുള്ളികളുള്ള നീലപ്പാവാട ചാർത്തി എന്നൊരു കഥാപ്രസംഗകാരൻ പറഞ്ഞതാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ ആ കുട്ടിക്കാലം തൊട്ടേ ഹൃദയത്തിൽ വിടർന്നു വന്ന പ്രണയമാണ്. എങ്കിലും കൂട്ടുകാരിയിൽ നിന്നും പഴയ സുഹൃത്തിന്റെ കാര്യം അന്വേഷിക്കുകയും പുതിയ കൂട്ടുകാരി നല്ല സൗഹൃദത്തോട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു കഥ. എല്ലാവരുടെ ജീവിതത്തിലും ഇത് സംഭവിക്കുന്നതാണ്. മല്ലനും മാധവന്റെയും കഥ ഞാനും വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കതൊന്നും ഓർമ്മയില്ലായിരുന്നു. അപ്പോഴാണ് ഓർമ്മ വന്നത്. പാപത്തിൽ സഹായിക്കുന്ന ആൾക്കാരാണ് സുഹൃത്തുക്കൾ. ആപൽ ബാന്ധവൻ എന്നാണ് ഭഗവാനെ പോലും പറയുന്നത്. പക്ഷെ ഇവിടെ രാമായണത്തിൽ പറയുന്നുണ്ട്, ഇഷ്ടം പറയും ജനങ്ങളിൽ ആരുമേ കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്ന് നിർണയം. അതുപോലെ ഇഷ്ടം പറഞ്ഞ് സുഹൃത്തായി നിരുന്നത് കഷ്ടകാലം വന്നപ്പോൾ ഒളിച്ചു. എങ്കിലും അയാളുടെ ആ തക്ക സമയത്തുള്ള ബുദ്ധി മരിച്ചതായിട്ട് കിടക്കുകയും അങ്ങനെ കരടി മണത്ത് ഞാൻ ഇത് കുറേ കഥകളിൽ വായിച്ചിട്ടുണ്ട്. ചെയ്ത് അങ്ങനെ ജീവൻ രക്ഷപ്പെട്ടു. പിന്നെ ഒരിക്കലും അവർ ചങ്ങാതിമാരാകുന്നില്ല. എല്ലാം നല്ല കഥകൾ, ഗുണപാഠകരമായ, രസകരമായ, എല്ലാം നന്നായിട്ടുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു. അവസരം തന്നത്. താങ്ക് യു മാം. റോയ് സാർ. വായിച്ച 3 കഥകളിൽ ആദ്യത്തെ കഥ കുടിലയായ ടീച്ചർ ഇല്ലേ, അത്. അപ്പോ ഇന്നത്തെ കാലഘട്ടത്തിലെ ടീച്ചർമാര് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് മനസ്സിലാക്കി തരാനുള്ള ഒരു കഥയായിട്ട് ഇത് എനിക്ക് തോന്നി. കാരണം പണ്ടൊക്കെ നല്ല ശിക്ഷണങ്ങൾ തന്നാണ് നമ്മളെയൊക്കെ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒത്തിരി അടിയൊക്കെ കൊണ്ടിട്ടുണ്ട്. കാര്യത്തിനും കാര്യം അല്ലാണ്ടും ഒക്കെ. എന്തിനാണെന്ന് പോലും മനസ്സിലാവാതെ തല്ലുന്ന ടീച്ചർമാരും ഉണ്ട് ഒക്കെ. പക്ഷേ ആ കാലഘട്ടത്തിൽ ടീച്ചർമാരെ കൂടുതൽ ബഹുമാനിക്കുകയും നമ്മളൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ തല്ലി കിട്ടുമെന്നുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുറേം കൂടി വളർന്നപ്പോൾ ഈ ലോഹ്യം പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കണം, അവരെ ശിക്ഷിക്കാനും മേല ടീച്ചർമാർക്ക്. അത് തന്നെയല്ല, മാതാപിതാക്കളും ശിക്ഷിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വരുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. അപ്പോൾ അങ്ങനെ ആത്മാർത്ഥമായിട്ട് പഴയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ടീച്ചർമാർ ബിഹേവ് ചെയ്താൽ ആകെ ജോലി അവതാളത്തിലാവും എന്നൊന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് എനിക്ക് ഇതുകൊണ്ട് കിട്ടി. പിന്നെ അഥവാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ മീഡിയയായി മറ്റതായി ഇവർ ടീച്ചറെ അന്വേഷിച്ചു, ടീച്ചർ 2ാം കെട്ടാണ്, ആദ്യത്തെ ഇതിൽ അവരുടെ സ്വഭാവവിശേഷങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങോട്ട് വല്ലാതെ ആക്കുന്ന ഒരു സിറ്റുവേഷനും ഉണ്ട് ഇതിനകത്ത്. മീഡിയയിലൊക്കെ അതങ്ങ് ഏറ്റെടുക്കും. ആ ടീച്ചറുടെ വേറെ റിപ്പോർട്ട്സ് കളക്ട് ചെയ്യും. അങ്ങനെ ഇങ്ങനെ കണ്ടില്ലേ, 2ാം കെട്ടുകാരി ടീച്ചറാണെന്ന് പറഞ്ഞാൽ ആദ്യം അവരുടെ സ്വഭാവം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് ആക്കി കളയും. ഏതായാലും അതൊരു നല്ല ഗുണപാഠം തരുന്ന ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നി. കാരണം ടീച്ചർമാർ കുറേ കൂടെ സ്വഭാവം മാറ്റി കുട്ടികളെ ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കുമ്പോൾ ശിക്ഷണ നടപടികളിൽ ഒരു വ്യത്യാസം വരുത്തണമെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി. ഏതായാലും
പിന്നെ ഇളം പ്രണയം. ഈ കഥ അവതരിപ്പിക്കുമ്പോൾ തന്നെ സാറ് എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇളം മഞ്ഞ പാവാടയും നിറം മങ്ങിയ ചുവന്ന ബ്ലൗസും വന്ന പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ കീറിപ്പറിഞ്ഞ കുപ്പായമിട്ട പയ്യൻ. അപ്പോ ഇത് രണ്ടും ഒരു വിവാഹ കമ്പോളത്തില് സാമ്പത്തികമായി ചേരാത്ത ഒരു ബേസായിട്ട് എനിക്ക് അന്നേരം തോന്നി എടുത്തു പറയുമ്പോൾ. ഏതായാലും അയൽവക്കമായിരുന്നു, കൂട്ടു കളിച്ചു, അങ്ങനെയൊക്കെ നടന്നു. എങ്കിലും അത് നടക്കാതെ വന്നപ്പോൾ വളരെ അന്തസ്സായ രീതിയിൽ അതിൽ നിന്ന് മാറുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ സാധാരണമായ സംഭവമാണ്. ഇത് ഒരു നല്ല ഗുണപാഠവുമാണ്. പക്ഷേ ആ അടുപ്പവും സ്നേഹവും ആദ്യം തോന്നിയത് മനസ്സിൽ എപ്പോഴും കിടക്കും എന്നുള്ളതിന് തെളിവാണ്. ഇടയ്ക്ക് കൂട്ടുകാരിയോട് വിളിച്ച് അവളുടെ പഴയ പ്രണയിനിയുടെ കൂട്ടുകാരിയോട് വിളിച്ച് ചോദിച്ച് അവളുടെ വിശേഷങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രണയത്തിനും ചില സാമ്പത്തികമായ ബേസും ജാതിപരമായ ചില കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ പുറത്താണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കാണാൻ കഴിയും. കാരണം ആൺകുട്ടികളായി കഴിഞ്ഞാൽ പെൺകുട്ടിയോടും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും നൈസർഗികമായ ഒരു ഇഷ്ടം തോന്നുക സാധാരണമാണ്. പക്ഷേ അത് തുറന്ന് പറയുന്ന സമയത്താണ് പ്രണയമായി മാറുന്നത്. അവിടെ ഈ അനലൈസിങ് ഒന്നുമില്ല. ജാതിയാണോ സാമ്പത്തിക കാര്യങ്ങളോ ഒന്നും അന്വേഷിക്കാറില്ല. പക്ഷെ മാതാപിതാക്കൾ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അപ്പോഴാണ് വിഷയങ്ങളാകുന്നത്. അപ്പോൾ ഇതും ഈ പറഞ്ഞ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളായിട്ട് തോന്നി. പിന്നെ പറഞ്ഞ മല്ലനും മാധവന്റെ കഥ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരാപത്ത് വരുന്ന സമയത്ത് നമ്മളെ രക്ഷിക്കാൻ നോക്കുകയാണോ വേണ്ടേ, കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടതാണ് നോക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും തൻ്റെ ജീവൻ കളഞ്ഞ് കൂട്ടുകാരനെ രക്ഷിക്കാനോ നേടാനൊക്കെ പോകാൻ ഉള്ള കാര്യങ്ങൾ അത്രമാത്രം ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഇത് ഒരു സ്നേഹബന്ധം ഉണ്ടെങ്കിൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് കൂട്ടുകാരനെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കഥയായിട്ടാണ് ഞാൻ അന്നും കണ്ടത്. അപ്പോൾ തോന്നിയ ബുദ്ധിയിൽ കൂട്ടുകാരൻ രക്ഷപ്പെട്ടു, മരത്തിൽ കയറിയതുകൊണ്ട് അവന് രക്ഷപ്പെട്ടു. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ കൂട്ടുകാരൻ സ്വന്തം ജീവൻ പണയം വെച്ച് രണ്ടുപേരെ കൂടെ കയറ്റുക, അതല്ലെങ്കിൽ അവൻ കയറട്ടെ എന്ന് വെച്ച് ഞാൻ താഴെ നിൽക്കാമെന്ന് അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഏതായാലും ഇത് പല കഥകളും ഇതുപോലെ ഉണ്ട്. ആപത്ത് വരുന്ന സമയത്ത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ നോക്കാതെ മറ്റുള്ളവരെ കൂടെ രക്ഷിക്കണം എന്ന് പറയുന്ന ഒരു നല്ല ഇത് സാധാരണ കഥകളിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര പ്രാക്ടിക്കലായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഒരു നല്ല സുഹൃത്ത് ബന്ധത്തിന് ഉള്ള ആള് ഇതുപോലെയൊക്കെ തന്നെ ബിഹേവ് ചെയ്യും എന്നാണ് ഈ കഥ കൊണ്ട് മനസ്സിലാവുന്നത്. ഏതായാലും 3 കഥകളും ഈ കാലഘട്ടത്തിലെ ചില സുഹൃത്ത് ബന്ധവും കൗമാരപ്രേമവും ടീച്ചർമാരുടെ സ്വഭാവവും എല്ലാം എങ്ങനെ വേണമെന്നും എങ്ങനെയാണ് കാണേണ്ടതെന്നും വളരെ ഭംഗിയായി വിശകലനം ചെയ്യുന്ന 3 കഥകളാണ്. കഥ അവതരിപ്പിച്ച ജോഷി സാറിന് ഒത്തിരി അഭിനന്ദനങ്ങൾ. താങ്ക് യു സാർ. സാറ് 3 കഥകൾ അവിടെ അവതരിപ്പിച്ചു. ആദ്യത്തെ കഥ ഇപ്പോൾ കുട്ടികളെ അടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ പഴയ കാലത്ത് നിന്നും വ്യത്യസ്തമായി ഈ കാലഘട്ടം നമുക്ക് പറയാനുള്ളത് കുട്ടികൾ കുറച്ച് സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അതുപോലെ തന്നെ നിയമവും മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കുട്ടികളെ ശിക്ഷിക്കുക, അത് ഇപ്പോൾ ബീന ടീച്ചർ കുട്ടി അടിച്ചത് സതുദ്ദേശമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ സതുദ്ദേശം നിലനിൽക്കുമ്പോഴും കുട്ടികളെ അടിക്കുന്നതിൽ ഒരു പരിധിവരെ പഴയ കാലത്ത് രക്ഷിതാക്കളും കൂട്ടുനിൽക്കുന്നു. കാരണം
ഇപ്പോൾ എനിക്കറിയാം, ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ക്ലാസ്സിൽ ടീച്ചർ തല്ലി കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് പിന്നൊരു അവസരം ടീച്ചറെ കാണുമ്പോൾ രക്ഷകർ പറയാറുണ്ട്, ടീച്ചർക്ക് ഒന്നുകൂടി കൊടുത്തുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടമൊക്കെ മാറി. ഇന്ന് നിയമങ്ങൾ മാറി. ഇന്ന് ചെയ്യാവുന്നത്, ഇപ്പോൾ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചാൽ തങ്ങളുടെ ബാധ്യത തീർന്നു എന്ന് കരുതാൻ പാടില്ല രക്ഷിതാക്കൾ. രക്ഷിതാക്കൾ കൊച്ചുനാളിലെ കുട്ടികൾക്ക് വേണ്ട നിയന്ത്രണങ്ങളും ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ടീച്ചർമാർക്ക് ജോലിഭാരം കുറഞ്ഞു കിട്ടും. അപ്പോൾ പണ്ട് കാലത്തെ കൺസെപ്റ്റ് പ്രകാരം വീട്ടിൽ നിന്ന് കുട്ടി സ്കൂളിലേക്ക് വന്നാൽ സ്കൂളിലെ ടീച്ചറും അധ്യാപകനും വേറൊരു രക്ഷിതാക്കളാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് കുട്ടികളെ ശിക്ഷിക്കുന്നതിന് ഒരുപാട് നിയന്ത്രണങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നിടത്തോളം നല്ല രീതിയിൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കുട്ടികളെ പഠിപ്പിന് ഉത്സാഹഭരിതരാക്കി തീർക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലീന ടീച്ചർ പഴയ കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കുട്ടിയെ ശിക്ഷിക്കുമ്പോൾ കാലം മാറിയത് ടീച്ചർ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയാം, ഇപ്പോൾ ഇന്നലെ മെനിഞ്ഞാന്ന് മറ്റേ പേപ്പറിൽ വന്നൊരു കാര്യം, ടി വിയിലൊക്കെ വന്നതാണ്. ഒരു ഹെഡ് മാസ്റ്റർ കുട്ടിയെ കാരണത്തടിച്ചു. അത് ഭയങ്കര ഇഷ്യൂ ആയി, കേസായി. ഇപ്പോൾ കാലം മാറുന്തോറും കുട്ടി ഇപ്പം വിദേശങ്ങളിലൊക്കെ ആണെങ്കിൽ അടുത്ത ശിക്ഷാ നടപടികളാണ് രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്നത്. കുട്ടിയെ അടിക്കാനും പാടില്ല എന്നുള്ളതാണ് നിലപാടിലേക്ക് മാറുക. അപ്പോൾ ലീന ടീച്ചർ കാലാനുസൃതമായി ചിന്തിച്ചില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. പിന്നെ ലീന ടീച്ചർ വ്യക്തിപരമായിട്ട് അവരുടെ സ്വഭാവ വിശേഷങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. കാരണം അത് മറ്റൊരു ഇതാണ്. അവരുടെ ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ അവർ ഏത് ടൈപ്പിലെ ആളോ ആയിക്കോട്ടെ, പക്ഷേ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളോട് പെരുമാറുമ്പോൾ അതനുസരിച്ചിട്ട് പെരുമാറണം. രണ്ടാമത്തെ കഥയ്ക്ക് വന്നാൽ ഒരു ബാല്യകാല പ്രണയത്തിൻ്റെ കഥയാണ്. ആ ബാല്യകാലത്ത് ഒരു ആൺകുട്ടിക്കുണ്ടായിരുന്ന മാനസിക സംഘർഷങ്ങൾ അത് ശരിക്കും വരച്ച് കാണിച്ചിട്ടുണ്ട്. അതേസമയം ആൺകുട്ടികൾ ആൺകുട്ടികളെ പോലെ സ്വതന്ത്രരല്ല പെൺകുട്ടികൾ എന്നുള്ളത് കാലം കഴിയുന്തോറും കുടുംബാംഗങ്ങൾ പെൺകുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കുകയും പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യും. കുടുംബങ്ങൾ ശ്രദ്ധിക്കുകയും. അപ്പോൾ കുട്ടി കൊച്ചുനാളിൽ നിഷ്കളങ്കമായ പ്രണയമാണെങ്കിലും വളർന്നു വരുമ്പോൾ പിന്നെ ഈ രക്ഷിതാക്കളിലും ആങ്ങളമാരും അല്ലെങ്കിൽ മറ്റ് അച്ഛനന്മാരെല്ലാം തന്നെ കുട്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ഈ ആൺകുട്ടിയുടെ പാശ്ചാത്തലം മനസ്സിലാക്കുകയും ചെയ്യുന്നതോടുകൂടി അവർ ഈ കുട്ടിയെ ആൺകുട്ടിയിൽ നിന്നും അകറ്റുവാനുള്ള ശ്രമം സ്വാഭാവികമായിട്ടുണ്ടാവും. ഒരു പരിധിവരെ അതിന് ചെറുത്ത് നിൽക്കാൻ പെൺകുട്ടിക്കാവില്ല. പെൺകുട്ടികൾ അതിനനുസരിച്ച് അച്ഛനമ്മമാരുടെ തീരുമാനങ്ങളിലേക്ക് പോവുകയേ പറ്റുള്ളൂ. പക്ഷേ ഈ ആൺകുട്ടിയെ സംബന്ധിച്ചിട്ട് മനസ്സിൽ ബാല്യകാലത്ത് ഉണർന്നു വന്ന പ്രണയം അത് ഇങ്ങനെ ശാശ്വതമായി നിലനിൽക്കുന്നതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ തൻ്റെ പ്രണയിനിയെ ആയിട്ട് ബന്ധപ്പെടുവാൻ ഒരു മാർഗം കണ്ടെത്തുകയും ഒരു പുതിയ കൂട്ടുകാരി, പ്രണയിനിയുടെ കൂട്ടുകാരിയായിട്ട് ഷെയർ ചെയ്യുകയും അങ്ങനെ ഷെയർ ചെയ്ത് കൂട്ടുകാരികളുടെ സൗഹൃദം പുലർത്തുകയും ചെയ്യും. ആ സൗഹൃദം മറ്റൊരു പ്രണയമായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. എങ്കിലും ആ സന്ദർഭത്തിലും തൻ്റെ ആദ്യ പ്രണയിനിയെ മറക്കാൻ ഈ കുട്ടി തയ്യാറല്ല. ആ പുതിയ കൂട്ടുകാരി തൻ്റെ കാമുകനാണെന്ന് അറിഞ്ഞിട്ട് പോലും ആദ്യത്തെ പ്രണയിനിയോടുള്ള പ്രേമം നിലനിർത്തണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ആ ആദ്യത്തെ പ്രണയിനിയെ പറ്റിയുള്ള വിവരങ്ങൾ ഈ പുതിയ കൂട്ടുകാരി ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ആൺകുട്ടിക്ക് ഷെയർ ചെയ്യാണ്. അത് രണ്ടാമത്തെ കഥ. മൂന്നാമത്തെ കഥ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ പലപ്പോഴും പണ്ടൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അതൊക്കെ എനിക്ക് ചെറിയൊരു ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു ആ കഥയെപ്പറ്റി. അതിൽ വ്യക്തമായിട്ടൊരു നല്ലൊരു മെസ്സേജ് ഉള്ളത്, ആപത്തിൽ സഹായിയാണ് സാക്ഷാത് സുഹൃത്ത് എന്നാണ് പറയാറ്. ഇപ്പോൾ സുഹൃത്തുക്കളായാൽ അവർ വേണ്ടത് ആപത്ത്, ഒരാൾ സ്വന്തം സുഹൃത്ത് ആപത്തിൽ പെടുമ്പോൾ ആ സമയത്താണ് അവരുടെ സഹായം ആവശ്യമുള്ളത് എന്നുള്ള ഒരു ബലമായ ഒരു മെസ്സേജാണ് ആ മൂന്നാമത്തെ കഥയിൽ കാണിച്ചത്. എങ്കിലും വളരെയധികം നല്ല രീതിയിലുള്ള ഒരു അവതരണം അവതരിപ്പിച്ചത്, ഈ കഥ 3 കഥകൾ, കൊച്ചു കഥകൾ അവതരിപ്പിച്ചത് ജോഷാറിനും
ഇതിന് അവസരം ഒരുക്കിയ താമസം ഞാൻ നന്ദി പറയാം. ഓക്കെ, താങ്ക് യു സാർ. വേറെ ഇനി ആരുള്ള? രാജു സാർ, രമാദേവി മാം, സ്നേഹലത മാം. പറയട്ടെ സാർ. പറയൂ. സ്നേഹലത മാം പറയും. ആദ്യത്തെ കഥയില് ഞങ്ങൾ അധ്യാപകർ നേരിടുന്ന ഭയങ്കര ഒരു പ്രശ്നമാണ്. ക്ലാസ് അവരെ ശിക്ഷിക്കാൻ പാടില്ല, അവരെ കയ്യിലെടുക്കണം. അതിന് നമ്മൾ ഭയങ്കര സൈക്കോളജിയൊക്കെ പ്രയോഗിച്ചാലേ പറ്റുള്ളൂ. ഇപ്പോൾ പണ്ടാണെങ്കിൽ ഇങ്ങനെ വെച്ച് ഒക്കെ നേരെയാക്കായിരുന്നു. ഇപ്പൊ അതൊന്നും പറ്റത്തില്ല. ക്ലാസ് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആക്കാവോ എന്നാലേ അവര് കേട്ടിരിക്കുള്ളൂ. അത് പിന്നെ ഈ അടിക്കുന്നതും ഒക്കെ പണ്ട് നമ്മളെ കാലത്ത് അങ്ങനെ ആയിരുന്നു. അടികൊള്ളു, അതിന് വിഷമമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അടിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരുപാട് വാസനകളൊക്കെ ഇല്ലാതായി പോകും. അങ്ങനെ അടിക്കാൻ പാടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ടീച്ചർ വളരെ കെയറിങ് ആണ്. അതുകൊണ്ടല്ലേ ഭക്ഷണം വരെ കഴിപ്പിക്കുന്നത്. അങ്ങനെ കെയറിങ് ആണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു. അങ്ങനെയുള്ള ആ യാഥാർത്ഥ്യം സാറ് ഈ കഥയിൽ കൂടെ, ആ കൊച്ചുകുട്ടി എഴുതിയ കഥയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. പിന്നെ രണ്ടാമത്തെ കഥ പ്രണയത്തിൻ്റെ. അത് ഇപ്പോഴത്തെ കുട്ടികൾ ചിലരൊക്കെ അവരുടെ ഇഷ്ടമുള്ള പോലെ നടന്നില്ലെങ്കിൽ ആസിഡ് ഒരു ഒഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതിനകത്ത് അങ്ങനത്തെ അല്ല. ആ കുട്ടി പിന്മാറി കൊടുക്കുന്നു. വളരെ ശാന്തമായിട്ട് തന്നെ അത് വേണ്ടെന്ന് വയ്ക്കാനുള്ള മനസ്സും ഒക്കെ അവൻ കാണിക്കുന്നു. അതും വളരെ നല്ല രീതിയാണ്. പിന്നെ മല്ലനും മാധവനും. അപ്പോൾ മരം കയറാൻ അറിയാത്ത സുഹൃത്തിനെ അപ്പോൾ രക്ഷിക്കാൻ ഒരു വഴിയില്ല. സ്വന്തം രക്ഷ നോക്കാനേ പറ്റൂ. അതുകൊണ്ട് കയറി. മറ്റേ ആളിന് അപ്പോഴുണ്ടായ എന്ത് ഇൻ്റലിജൻസ് എന്നാ പറയണ്ടേ, ചത്തതുപോലെ കിടക്കാന്നുള്ള ആ ബുദ്ധി അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പോൾ കൂട്ടുകാരൻ തന്നെ സഹായിച്ചില്ല എന്നുള്ള ഒരു പരിഭവം അദ്ദേഹത്തിനുണ്ട്. അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അല്ലാതെ മരം കയറാനൊക്കെ രണ്ടുപേരും അങ്ങ് ആവത്തിപ്പെടുകയല്ലേ ചെയ്യുള്ളൂ. പുള്ളി ഈ മരം കയറാനൊക്കാത്ത ആളിൻ്റെ കൂടെ നിന്നാൽ. അപ്പോൾ അങ്ങനെ വളരെ പ്രാക്ടിക്കലായ ഒരു കാര്യമാണ് അദ്ദേഹം അന്നേരം ചെയ്തത്. മറ്റേ ആളിനും അപ്പോൾ പ്രാക്ടിക്കൽ വിസ്ഡം വന്ന് അദ്ദേഹം ആ തരത്തിൽ രക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെ വളരെ നല്ല ആശയങ്ങൾ തരുന്ന 3 കഥകളാണ് സാർ അവതരിപ്പിച്ചത്. താങ്ക് യു സാർ. താങ്ക് യു മാം. രാജു സാർ. സാറേ, ഞാൻ ആക്ച്വലി ആദ്യത്തെ 2 കഥകൾ പറഞ്ഞപ്പോൾ ഇല്ലായിരുന്നു. രണ്ടാമത്തെ കഥ പറഞ്ഞ് പകുതിയായപ്പോഴാണ്. ഇന്നത്തെ പ്രേമങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് കുറച്ച് ഭാഗം കേട്ടു. തേക്കുന്ന കാര്യമൊക്കെ ഇപ്പോൾ അതിന് പുതിയ വാക്കുകളുണ്ട്. തേക്കുക എന്നുള്ളതിന് സ്റ്റോക്കിംഗ് എന്നും ഓർബിറ്റിംഗ് എന്നും ഒക്കെയാണ് ഇവിടെ കണ്ടായിരുന്നെങ്കിൽ സാറ്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംബിങ് എന്ന് പറയും. അതായത് പിന്നെ പറയുന്നത് ഗോസ്റ്റിങ്, പിന്നെ സോംബിങ്. ഗോസ്റ്റിങ് എന്ന് പറഞ്ഞാൽ ഗോസ്റ്റ് മാതിരി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്ത് അവസാനം സോംബിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതെല്ലാം എനിക്ക് അതിൻ്റെ അർത്ഥം ഓർക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നത് ഒരു പ്രോഗ്രാമിൽ കേട്ടു. ഇങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത് ജോഷി സാറ് ആ കഥ എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. വളരെ ഭംഗിയായിട്ട്, വളരെയധികം എന്താ പറയുന്നത്, ഏകാഗ്രതയോട്ടൊന്നും തന്നെ നഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ അതിൻ്റെ ആ വികാര തീവ്രതയൊന്നും നഷ്ടപ്പെടാതെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. പറയാനുള്ളതായ കഴിവ് വളരെയധികം എന്താ പറയുക, വളരെയധികം പ്രശംസനീയമാണ്. പിന്നെ അവസാനം പറഞ്ഞതായ കഥ മല്ലനും മാധവനും എന്ന കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഓർപ്പിച്ചൊരു പ്രത്യേകമായ നന്ദി. ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ് എന്ന ഉത്തരമാണ്. അതാണ് ആവശ്യത്തിൽ സഹായിക്കുന്നതാണ് ഫ്രണ്ട്. എന്നാൽ അവിടെ മല്ലൻ്റെ പറയുന്നതായിട്ടുള്ള മല്ലൻ്റെ ആ സിറ്റുവേഷൻ അനുസരിച്ച് മനസാന്നിധ്യം അവിടെ കാണുന്നു. കാരണം മനസാന്നിധ്യത്തോടെയാണ് കിടന്ന് മരിച്ചതിനെ പോലെ കിടന്ന്. കാരണം ഇപ്പോൾ ഈ കടുവ പുലിയല്ല, കരടികളെ
മരിച്ചതിനെ കഴിക്കുകയില്ലെന്ന് അങ്ങനെ ഒരു ചിന്ത ഉണ്ട്. അങ്ങനെ ഒരു വിധിയുണ്ട്. ചത്തതിനെ കഴിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ചത്ത മാതിരി കിടന്നത് നേരത്തെ അവരുടെ മനസ്സാന്നിധ്യമാണ്. അത് ആ ധൈര്യവന്തനാണ്. അതിനെ പ്രത്യേകമായിട്ട് അനുമോദിക്കേണ്ട ആവശ്യമാണ്. ഒരിക്കൽ കൂടി ജോഷി സാറിനെ അനുമോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബാക്ക് ടു സാബ സാർ. ഓക്കെ സാർ. ഇനിയുള്ള രമാദേവി മാമുണ്ട്, കുഞ്ഞായി മാസ്റ്റർ ഉണ്ട്, ശുദ്ധോദരൻ ഡോക്ടർ താമസിച്ചാ വന്നതെന്ന് തോന്നുന്നു അല്ലേ? കേട്ടിരുന്നോ ജോർജ് സാർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജോഷി സാർ പറയൂ, ജോഷി സാറിന്റെ കമന്റും കൂടെ പറയൂ. ഓക്കെ, ഞാൻ പറയുന്നത് പറഞ്ഞോളൂ. ജോഷി സാറ് 3 കഥകൾ നന്നായിട്ട് അവതരിപ്പിച്ചു. സാറിന് അഭിനന്ദനങ്ങൾ. ആദ്യത്തെ കഥയിലെ ഈ അധ്യാപകര് ശിക്ഷിക്കുന്നത്, പണ്ട് കാലത്ത് നമ്മളൊക്കെ പഠിച്ച കാലത്ത് ഈ അവരുടെ ശാസനയും ശിക്ഷയൊക്കെ ഏറ്റാണ് നമ്മൾ വളർന്നതും പഠിച്ചതും അല്ല. അതിൻ്റെതായിട്ടുള്ള ഗുണം പൊതുവെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇന്നത്തെ കാലത്ത് അങ്ങനെ ശിക്ഷിക്കുന്ന അധ്യാപകർക്കാണ് ശിക്ഷ കിട്ടുന്നത്. അത് ഈ നിയമത്തിന്റെ ഒക്കെ ഒരു ഇതായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളെ വളർത്തുന്ന രീതിയും, അത് 1 2 പേര് കാണും, അവരെ ഇങ്ങനെ താലോലിച്ച് ലാളിച്ച് വളർത്തുമ്പം ആരും മുദ്രിക്കാനൊന്നും ഒരു സമ്മതിക്കില്ല മാതാപിതാക്കൾ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് അതൊരു ഇളം പ്രളയം ആണ്. അതൊരു ശരിക്കും പറഞ്ഞ ഒരു ദിവ്യ പ്രളയം കൂടാണ്. കാരണം ആദ്യ പ്രണയത്തിൽ നിന്ന് രക്ഷയല്ല ഒഴിവാക്കാൻ വേണ്ടി രണ്ടാമതൊരു പ്രണയത്തിൽ അകപ്പെട്ടെങ്കിലും ആ കൂട്ടുകാരൻ ആദ്യ പ്രണയിനിയോടുള്ളത് ഒരു യഥാർത്ഥ പ്രേമം തന്നെയായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ മല്ലന്റെ മാതിന്റെ കഥയൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇതിനെപ്പറ്റി ഒത്തിരി ഗഹനമായിട്ടൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. ആപത്തിൽ ഉപേക്ഷിക്കുന്ന ചങ്ങാതിയല്ല എന്ന് പറയുന്നത് നമ്മൾ സ്വയം രക്ഷ ആരായാലും നോക്കും. പിന്നെ ചങ്ങാതിയും കൂടെ രക്ഷിക്കാനായിട്ട് അന്നേരം ആ ഒരു സമയത്ത് ചിലപ്പോൾ നമുക്ക് തോന്നുന്നു നമ്മളെ അടുത്ത ബന്ധുക്കളോ വല്ലതും ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഇതിനൊക്കെ ശ്രമിക്കുമായിരിക്കും. പിന്നെ തക്ക സമയത്ത് ആ ഒരു ബുദ്ധി, അത് തറയിൽ കിടക്കാനുള്ള ഒരു ബുദ്ധി കാണിച്ചോളൂ മല്ലനും രക്ഷപ്പെട്ടു. അപ്പം അത് 3 കഥകളും വളരെ നല്ലായിരുന്നു. ജോഷി സാറിന് നന്ദി. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? സാർ ഞാൻ പറയാം. പറയൂ. താങ്ക് യു ഓൾ. 3 കൊച്ചു കഥകളാണ് ഇവിടെ അവതരിപ്പിച്ചത്. അതിൽ 2 ഒന്ന് ഭാഗികമായി, അവസാനമായിട്ടുള്ളത് പൂർണ്ണമായും കേൾക്കാനുള്ള ഭാഗ്യമേ എനിക്ക് ലഭിച്ചിട്ടുള്ളൂ. പ്രണയം, നമ്മളൊക്കെ പ്രണയത്തിൻ തേരിലേറി യാത്ര ചെയ്തവരാണ് ബഹുഭൂരിഭാഗം ആളുകളും. ആ നീരൊഴുക്കിൽ സായൂജ്യമടഞ്ഞവരുണ്ടാവും. ജീവിതാവസാനം വരെ അതിനെ താലോലിച്ച് ജീവിതം ഓമിച്ചവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രേമവികാരങ്ങൾ, തീവ്ര ലോല വികാരങ്ങൾ. അത് വലിയൊരു സംഭവമായിട്ട്, നല്ല മനസ്സ് തട്ടുന്ന രീതിയിലുള്ള ഒരു വിവരണമായിട്ട് ഇവിടെ അവതരിപ്പിച്ചതിൽ വളരെ, ആ കഥാരൂപത്തിൽ അവതരിപ്പിച്ചത് വളരെ നന്ദി. ഇനി അടുത്ത സംഭവം, ആപൽ ഘട്ടത്തിൽ കൂടെ നിൽക്കുന്നവർ, അവരാണ് യഥാർത്ഥ സ്നേഹിതന്മാർ. എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത്, എൻ്റെ തൊട്ടടുത്തുള്ള ഒരു മഹൽ വ്യക്തി കൂടെ സഞ്ചരിച്ചവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത BP മൊയ്തീൻ എന്ന ഒരു മഹൽ വ്യക്തിയുടെ കഥയാണ്. 82-ലാണ് സംഭവം. ഒരു ജൂലൈ മാസത്തിൽ കനത്ത വെള്ളപ്പൊക്കവും മഴയും നടക്കുന്ന ദിവസം അവർ കടത്ത് തോണിയിൽ അക്കരെ പറ്റുകയാണ്. അവിചാരിതമായും തോണി പുഴയുടെ നടുവിൽ വെച്ച് മറിഞ്ഞപ്പോൾ എല്ലാവരും വെള്ളത്തിൽ പുഴയിലേക്ക് മറിഞ്ഞു. BP മൊയ്തീൻ നല്ല ശാരീരിക ബലമുള്ളവനും നീന്തമറിയുന്നവനും മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ത്യജിക്കുവാൻ തയ്യാറുള്ളവനുമായ ഒരു സാഹസികനായിരുന്നു. കൂടെ നിന്നവരെ 4 പേരെ മൊയ്തീൻ രക്ഷപ്പെടുത്തി കരക്കണിയിച്ചു. അടുത്ത ആളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമത്തിനിടയിൽ മൊയ്തീൻ്റെ കൈകാലുകൾ മരവിച്ചു പോയി. ചലിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്
മൊയ്തീൻ ആ പുഴയുടെ നടുവിൽ കലക്ക വെള്ളത്തിൽ കുത്തൊഴുക്കിൽ അകപ്പെട്ട് ആണ്ടുപോയത്. മൊയ്തീൻ്റെ കൂടെ 3 പേരും ആ കൂട്ടത്തിൽ മരണപ്പെട്ടു. ആകെ തോണിയിലുണ്ടായിരുന്ന 7 പേരിൽ 4 പേരെ മൊയ്തീൻ രക്ഷപ്പെടുത്തി. ഈ സംഭവം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മൊയ്തീൻ്റെ ശരീരം, ജീവനറ്റ ശരീരം, ചാലിയാർ പുഴയും ഇരുവഞ്ഞിപ്പുഴയും സംഗമിക്കുന്ന കടവിൽ വെച്ച്, കോളിവാഴ കടലിൽ വെച്ച് തിരച്ചിലിനിടയിൽ കണ്ടുമുട്ടുന്നത്. വമ്പിച്ച ജനാവലിയായിരുന്നു അവിടെ കൂടിയത്. 82-ലാണ് ആ സംഭവം, 1982-ൽ. എന്ന് എൻ്റെ സ്വന്തം മൊയ്തീൻ എന്നുള്ള സിനിമക്ക് രൂപം നൽകിയ ആ കഥയുടെ ഇതിവൃത്തത്തിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. അപ്പൊ കൂടെ നിന്നവർക്ക് വേണ്ടി, അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ ത്യാഗം ചെയ്യുവാൻ പോലും തയ്യാറുള്ളവരാണ് യഥാർത്ഥ സ്നേഹിതന്മാർ എന്നാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള സ്നേഹിതന്മാരെയാണ് നമ്മൾ കൂട്ടുകാരായി തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഈ കഥയും കൂടി അവതരിപ്പിച്ചതിന് സാറിന് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു സർ. ഇനി ആരെങ്കിലും പ്രതികരണം അറിയിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഊഴത്തിലേക്ക് വന്ന് നമുക്ക് ഇതിൻ്റെ അവസാനത്തിലേക്ക് പോകാം. വളരെ ധന്യമായിരുന്നു എല്ലാവരുടെയും പ്രതികരണം. വാസ്തവത്തില് നമ്മുടെ ഇവിടെ അവതരിപ്പിക്കുന്ന കഥകളൊക്കെ അതിൻ്റെ എസൻസ് പുറത്തു വരുന്നത് എഴുത്തുകാർ പോലും കാണാത്ത ഒത്തിരി അധികം കാര്യങ്ങൾ ഈ വിശകലനത്തിലൂടെ പുറത്തു വരികയും അത് നമുക്കൊരു സന്ദേശമായി മാറുകയും ചെയ്യുന്നു. അപ്പൊ അത്തരത്തിൽ ഉലകന്നാൻ സാർ മുതൽ ഇപ്പോൾ കുഞ്ഞോയ് മാസ്റ്റർ വരെ നടത്തിയ പ്രതികരണങ്ങൾ വളരെ വളരെ നന്നായിരുന്നു. ഇതിനിടയിൽ ഞാൻ പെട്ടെന്ന് ആരും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. 1-2 കൊച്ചു കാര്യങ്ങളെ കൂടെ ഇതിൻ്റെ ഇടവഴി വിട്ടുപോയതായിരിക്കില്ല, എനിക്ക് കൂട്ടിച്ചേർക്കാനായിട്ട്. ഒന്നാം കഥയിൽ ഈ ലീന രാക്ഷസി എന്ന് ഈ കുട്ടി വിളിക്കുമ്പോൾ ഇതിൻ്റെ അമ്മ വീട്ടിൽ വെച്ച് പറയുന്നുണ്ട് എല്ലാവരും നന്നാകാനാണ് എന്നുള്ള നിലയിൽ അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അവനോട് ചോദിക്കുന്നില്ല, എന്തിനാടാ ഇന്നലെ നിന്നെ വഴക്ക് പറഞ്ഞത്? അപ്പോഴാണ് നമ്മളതിൻ്റെ കാര്യം മനസ്സിലാക്കുന്നത്. ചോറ് മുഴുവൻ ഉണ്ണണമെന്ന് പറഞ്ഞു, വേസ്റ്റ് ആക്കരുത്. അത് കുട്ടിക്കിഷ്ടമല്ല. ഇത് വീട്ടിൽ വന്ന് എന്നെ ഇന്നലെ സാറ് തല്ലി, അല്ലെങ്കിൽ ടീച്ചർ എന്നെ കണ്ടമാനം വഴക്ക് പറഞ്ഞു. ഉടനെ തന്നെ ഇവിടെ വീട്ടിലുള്ള ആളുകൾ ഇന്ന് എന്തോ വലിയ ആറ്റം ബോംബ് വീണതുപോലെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. കുട്ടിയിൽ നിന്ന് കാര്യം മനസ്സിലാക്കുന്നില്ല. അത് ഈ കഥയിനകത്ത് പറയുന്നില്ല. ഈ 2 കഥകൾ, ആദ്യത്തെ 2 കഥകളും 2 കുട്ടികളുടേതാണ്, കുട്ടികൾ എഴുതിയതാണ്. അതുകൊണ്ടാണ് ആ കുട്ടികളെ ഇത് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടാണല്ലോ ഇതിങ്ങനെ പറയുന്നത്, കഥയായിട്ട് എഴുതിയിരിക്കുന്നത്. ഒന്നുകിൽ നടന്നതോ അല്ലെങ്കിൽ അവരുടെ ഭാവനയിൽ ഈ കുഞ്ഞു പ്രായത്തിൽ വന്നതാണെങ്കിൽ അങ്ങനെ. രണ്ടാമത് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച മറ്റൊരു സംഗതി, ഈ രാവിലെ അസംബ്ലി നടന്നുകൊണ്ടിരുന്നപ്പോൾ ആണ് ഈ ലീന ടീച്ചറിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഏതാണ്ട് ഒരു കൊടും കുറ്റവാളിയെ പോലെ. ഗോവിന്ദച്ചാമിയെയും അല്ലെങ്കിൽ ഇവിടെയുള്ള വലിയ കൂട്ടത്തോടെ കൊല ചെയ്തവനെയും ഒക്കെ എത്രയോ ഭവ്യമായി കൊണ്ടുപോകുമ്പോൾ ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ, നമ്മളിപ്പോ പറയും ടീച്ചർ മനഃശാസ്ത്രം നോക്കി കുട്ടിയെ സ്നേഹിച്ച് അങ്ങ് നന്നാക്കിക്കൊള്ളാൻ പറയുമ്പോൾ ഇതിലൂടെ എന്ത് മെസ്സേജാണ് ഈ പോലീസുകാര് ഈ കുട്ടികൾക്ക് നൽകിയത്? പലരും പറയാത്തത് കൊണ്ട് ഞാനതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഈ ടീച്ചർ ഏതായാലും ഒരു വലിയ കൊടും ഭീകരവാദിയൊന്നുമല്ല. ഈ ടീച്ചറിനെ ഇനി അറസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെയും ഇവരൊരു ഫോണിലൂടെയോ അല്ലാതെയോ ഈ ഹെഡ് മാസ്റ്ററെ വിളിച്ച് പറഞ്ഞിട്ട്
ഈ ടീച്ചർ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞാൽ ചെല്ലുന്ന ആളല്ലേ ഉള്ളൂ, അല്ല എന്നെ കടന്നു കളയൂ. അപ്പൊ ഈ ഇവിടെ നടക്കുന്ന അസംബ്ലിയുടെ നടുവിലൂടെ ഈ ടീച്ചറിനെ ഒരുമാതിരി വലിയ ഭീകര എന്ത് മെസ്സേജാണ് ആ കുട്ടികൾക്ക് അപ്പൊ കിട്ടിയിരിക്കുന്നത്? ഓക്കെ, ഈ ടീച്ചറിന്റെ എന്നോട് വളരെ എനിക്ക് ഒരുപാട് ഉപകാരമൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആ അഭിതേകാംക്ഷിയും അതിനിടയിൽ ആവശ്യമില്ലാത്ത ഒരു സാധനം കൂടെ പറയുന്നുണ്ട്. റോയ് സാർ ഇവിടെ സൂചിപ്പിച്ചിരുന്നു, അവര് രണ്ടാം ഘട്ടാണ് കേട്ടോ. അപ്പൊ അതിൻ്റെ അകത്ത് എന്തോ ഒരു ധ്വനി വെച്ച് എന്തിനാണോ അത് പറയുന്നത്, അതിന്റെ വല്ല കാര്യമുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ വലിയ പിന്നെ അഭിതേകാംക്ഷികൾ എന്ന് പറയുന്നവരും ഈ സ്നേഹിതനിട്ട് അല്ലെങ്കിൽ ആ അഭിതേകാംക്ഷിക്കിട്ട് ഒരു കുത്ത് പലപ്പോഴും കൊടുക്കാറുണ്ട് പലരും എന്നുള്ളതാണ് വാസ്തവം. അതോടെ ഞാൻ അതിൻ്റെ അകത്തൊന്ന് കൂട്ടിച്ചേർക്കുന്നു ഈ കഥയിൽ. രണ്ടാമത്തത് പ്രണയം. മുമ്പ് പ്രണയത്തെയൊക്കെ വലിയ ദോഷമായിട്ടൊക്കെ കരുതിയിരുന്നു. ഇന്നിപ്പം നഴ്സറി സ്കൂളിലെ പ്രണയിക്കുന്നു. ചില ആളുകളൊക്കെ ആ ആളുകളെ പിന്നീട് കെട്ടുന്നതെന്ന് പറഞ്ഞാൽ ചുമ്മാങ്ങ് കെട്ടുകയൊന്നുമല്ല. ഇവര് UK-യിലോ ജർമ്മനിയിലോ ഒക്കെ പോയി എന്ന് കണ്ടു കഴിയുമ്പോൾ, അല്ലെ പോകാൻ സാധ്യതയുണ്ടെന്ന് കാണുമ്പോൾ, നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് കണ്ടു കഴിയുമ്പോൾ അത് കൂടുതൽ ചിറകിരിക്കുന്നു. അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ കല്യാണം കഴിക്കുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത കാലത്ത് കുറെ പ്രണയങ്ങളൊക്കെ കണ്ടിരുന്നു. പ്രണയിച്ച പെണ്ണിനെ വീട്ടിൽ കയറി കുത്തിക്കൊല്ലുന്നവൻ പ്രണയം നിരസിച്ചപ്പോൾ, ഇല്ലെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ ആ പെണ്ണിന്റെ പേരന്റിനെ വെട്ടിക്കൊല്ലുന്നു. ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് വായിച്ചു. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു കൊച്ചുകുട്ടിയാണ് ആ കഥ എഴുതിയത്. എങ്കിൽ ആ കുട്ടി അതിനെ എത്രയോ പോസിറ്റീവായിട്ടാണ്, അതായത് അവനെ അകറ്റാനായിട്ട് വീട്ടുകാർ ശ്രമിക്കുമ്പോൾ അവൻ അകന്നു മാറുന്നു. അതിൻ്റെ അകത്ത് ഒരു എലമെന്റാണ് റോയ് സാറ് സൂചിപ്പിച്ച പണത്തിന്റെ അന്തരമൊക്കെ ആകാം. ഏതായാലും അവൻ മാറിപ്പോയെങ്കിലും അവന്റെ ഉള്ളിൽ യഥാർത്ഥ സ്നേഹം തന്നെ ഉണ്ട്. സ്നേഹമുണ്ട് അതിൻ്റെ അകത്ത്. വെറും മാംസബന്ധമായ ഒരു കാമം എന്ന് പറയാൻ പറ്റില്ല. ആ സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ അവൻ ഇടയ്ക്ക് തിരക്കുന്നത് എന്ന് വേണം വിചാരിക്കാൻ. തിരക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വീണ്ടും അവനിലേക്ക് അറിയാതെ പഴയകാലം മുളട്ടി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് അവതരിപ്പിച്ചത്. അവളെ ഇറിറ്റേറ്റ് ചെയ്യാനോ അവളെക്കുറിച്ച് മോശം പറയാനോ ദോഷം പറയാനോ നാട് മുഴുവൻ പറഞ്ഞു വരുത്താനോ ഒന്നും വരുമ്പറ്റില്ല. അതാണ് ആ കഥയിൽ ഒരു നന്മ ഞാൻ കണ്ടത്. പിന്നെ മല്ലനും മാധവനും, റോയ് സാറ് തന്നെ അതിൻ്റെ അകത്തൊരു സന്ദേഹം പ്രകടിപ്പിച്ചു, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പറ്റുമോ, നമ്മുടെ ജീവനൂടെ കളഞ്ഞിട്ട് ചെയ്യേണ്ടതുണ്ടോ? വാസ്തവത്തിൽ ഇത് കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ്. അതിൻ്റെ അകത്ത് ആ ഒരു മെസ്സേജാണ് പ്രധാനമായിട്ട് അവിടെ കൺവേ ചെയ്യുന്നത്. ശരിയാണ്, ചിലപ്പോൾ നമുക്കത് പറ്റില്ല. ഒരുപക്ഷെ അവർക്ക് ആലോചിച്ച് രണ്ടുപേർക്കൂടെ ചത്തതുപോലെ കിടന്നേക്കാമെന്ന് വേണാ വിചാരിക്കായിരുന്നു. ഇനിയിപ്പോൾ ഒരുപക്ഷെ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ചിന്ത വരില്ല. ഈ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ കയറിയപ്പോഴായിരിക്കും അവൻ്റെ തലക്കകത്തോട്ട് ആ പറയുന്ന ഒരു വിസ്ഡം ഉദിച്ചത്. കരടി ശവം തിന്നില്ല എന്നുള്ളത് അത് ഒരു കഥയായിട്ട് തന്നെയാണ്. ഈ കരടിക്ക് ഈ ആളിന് ജീവനുണ്ടോ ഇല്ലയോ എന്നൊക്കെ തിരിച്ചറിയാനൊക്കെ ചിലപ്പോൾ സാധിക്കും, അനങ്ങാതെ കിടന്നെന്ന് പറഞ്ഞ് മാത്രമൊന്നുമല്ല. പക്ഷെ അതിൻ്റെ അകത്ത് മെസ്സേജ് അതാണ്, ആപത്തിൽ. അവിടെയാണ് നമ്മുടെ ഇതിവൃത്തം വരുന്നത്. ഇന്ന് ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ വന്നപ്പോൾ ഓരോരുത്തരുടെയും ഈ ഫ്രണ്ട്സ്, എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയില്ല. ഫ്രണ്ട്സ് എന്ന് പറയുന്ന 1000, 2000 ചിലരൊക്കെ പറയും. എനിക്കിപ്പോൾ 3000 ഫ്രണ്ട്സ് കവിഞ്ഞു. എന്ത് ഫ്രണ്ട്സ്, യാതൊരു വിധ അതിൻ്റെ അകത്ത് അർത്ഥവുമില്ലാത്ത. പണ്ട് ഞാൻ വേറൊരു മാസികയിൽ വായിച്ച് ഓർക്കുന്നുണ്ട്, ഈ മാൻഹാട്ടൻ യൂണിവേഴ്സിറ്റിയുടെ ഈ പിന്നെ ഒരു സോവനീർ അവര് പ്രസിദ്ധീകരിക്കുമ്പോൾ വാക്കുകളുടെ പ്രച്ഛന്നവേഷം എന്നും പറഞ്ഞുകൊണ്ട് ചില പദങ്ങളൊക്കെ കൊടുത്തിരുന്നു. കുറേ പദങ്ങളുണ്ട്, ഞാൻ എല്ലാം പറയുന്നില്ല, നമ്മുടെ നേരം പോകുന്നുണ്ട്. ഞാൻ ഒരു പദം പറയാം. ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് നല്ല ഒരു വസ്ത്രമൊക്കെ ധരിച്ച് നല്ല മാന്യമായി പോകുമ്പോഴാണ് അതിനെ ഡ്രസ്സിങ് അല്ലെങ്കിൽ ഡ്രസ് ചെയ്യുക എന്ന് പറയുന്നത്. എന്നാലേ ഒരു
കോഴിയെ കൊല്ലുന്ന അല്ലെങ്കിൽ ഇറച്ചി വിൽക്കുന്ന കടയിൽ ചെന്നിട്ട് നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഡ്രസ്സ് ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ ഉള്ളതോടെ ഉരിഞ്ഞു കളഞ്ഞിട്ട് തരിക എന്നുള്ളതല്ലേ. വളരെ ഓപ്പോസിറ്റായി മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഈ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. എന്ത് ഫ്രണ്ട്സ്? കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, ചുമ്മാ ഒരുമാതിരി അപ്പാപ്പന്മാരെ യുവാവിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ പെണ്ണിൻ്റെ ഭാഷയിൽ ഒക്കെ സംസാരിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഫേസ്ബുക്കിൽ അയച്ചു കൊടുക്കുന്നു, ഞാൻ 40 വയസ്സ് കഴിഞ്ഞു, ആരുമില്ല, സംസാരിക്കാൻ ഇഷ്ടമാണ്. ആരുടെ ഒരു പടം കൊടുത്താൽ അതൊരിക്കലും ആ പെണ്ണല്ല ഇട്ടിരിക്കുന്നത് ഉറപ്പല്ലേ. ഇങ്ങനെയൊക്കെയുള്ള ഫ്രണ്ട്സുകളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം വിലസിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ മല്ലൻ്റെയും മാധവൻ്റെയും കഥയിൽ പറയുമ്പോൾ ഈ ആപത്തിൽ സഹായിക്കുക. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട തന്നെ ഒരു സംഗതിയാണ്, അല്ല ഫേസ്ബുക്കിലല്ല, വാട്സപ്പിൽ കണ്ടതാണ്. അതായത് അത് നമുക്ക് ഒരു പഴമൊഴിയായിട്ട് നമ്മുടെ ഇടയിലുണ്ട്. മുതലാളി ചത്താൽ ആരും വരില്ല, മുതലാളിയുടെ ഭാര്യ ചത്താൽ ധാരാളം ആളുകൾ ഓടിക്കോടും. മുതലാളി ജീവനോടെ ഇരിക്കുകയും മുതലാളിയുടെ ഭാര്യ മരിക്കുകയും ചെയ്താൽ ഒരുപാട് ആളുകൾ അവിടെ കരയാനും മാറത്തടിക്കാനും എല്ലാത്തിനും വരും, സഹായത്തിനും. എന്നാൽ മുതലാളി എത്താൻ വരില്ല. എന്താ അതിൻ്റെ കാര്യം? അതാണ് ആ വാട്സപ്പിൽ കാണിക്കുന്നത്. കൂട്ടുകാരൻ വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണെന്നാണ് വൈപ്പ്. സുഹൃത്തിന് അതികലശലായ ഒരു മാരക രോഗമാണ്, അടിയന്തരമായ ശസ്ത്രക്രിയ വേണം, 15 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ കുറേ ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞ് ഏറ്റവും അടുത്ത സുഹൃത്തിനെ വിളിക്കുമ്പോൾ അവൻ്റെ ആത്മകഥവും പ്രതികരണവുമാണ് ആ വാട്സപ്പിൽ കൊടുത്തിരിക്കുന്നത്. അവൻ ചിന്തിച്ചു, ഈടാ ഇത്രയും വലിയ തുക നമ്മൾ വായ്പ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ചത്തുപോയാലോ? ഇത്രയും വലിയ രോഗമല്ലേ, ചത്തുപോയി കഴിഞ്ഞാൽ ഇത് ആരോട് ചോദിക്കും, ആര് തരും? അതുകൊണ്ട് ഇവൻ അതിന് മറുപടിയേ പറയാൻ പോയില്ല. അതേസമയം ഇവന്റെ ഭാര്യയ്ക്ക് ആരുടെ അസുഖം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവന് ഓടി അവന് കൊണ്ട് കാശ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സുഹൃത്തുക്കളാണ്. ഏതാണ് അവിടെ ഉദ്ദേശിച്ചത്? ഏറെക്കുറെ ശരിയാണെന്നൊക്കെ എനിക്ക് തോന്നുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലോകം പോകുന്നത്. അതാണ് മല്ലന്റെയും മാധവന്റെയും കഥയിലെ ഒരു സന്ദേശം. മറ്റൊരു സന്ദേശമാണ് പറഞ്ഞത്, ഈ പറയുന്ന വളരെ ക്രിട്ടിക്കലായ സമയത്ത് നല്ല ബോധം ഉണ്ടായി പ്രതികരിക്കുക. അതിന് നമ്മുടെ പോലെയുള്ള ഈ പ്ലാറ്റ്ഫോമിലൊക്കെ കയറി ക്ലാസ്സുകളൊക്കെ കൂടണം, പലത് കൂടണം. കൂടിക്കഴിയുമ്പോൾ ചിലപ്പം ഇന്നലത്തെ വിശകലനത്തിൽ റോയ് സാർ പറഞ്ഞ പോലെ ഒരു വെടിക്കുള്ള മരുന്ന് എപ്പോഴും കയ്യിലുണ്ട്. അറിയാതെ എങ്ങനെയൊക്കെയോ ആരുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാണെന്നൊന്നും അറിയില്ല, പക്ഷെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചില സമയത്തേക്ക് നമ്മുടെ മനസ്സിൽ ഓടിയെത്തും. അപ്പം ഇതൊക്കെയാണ് നമുക്ക് എനിക്കൊന്ന് കൂട്ടിച്ചേർത്തും കൂടി പറയാനുള്ളത്. ഒരുപാട് നല്ല ദിവസമായി എനിക്കിതിനകത്ത് തോന്നുന്നു. എൻ്റെ തന്നെ ആരോഗ്യം പല ദിവസത്തേക്ക് കുറച്ചുകൂടി മെച്ചമായതുകൊണ്ടാണ് ഞാൻ ഇത്ര നല്ല ഉന്മേഷവാനായിരുന്നുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു വെക്കാൻ ഇടവന്നത്. എന്നെ പ്രോത്സാഹിപ്പിച്ചതിന്, നല്ല വാക്ക് പറഞ്ഞതിന് നിങ്ങളോടുള്ള നന്ദി പറയുന്നു. ഈ പ്ലാറ്റ്ഫോമിനോടും സാബു സാറിനോടും. ഇതിൻ്റെ ഒന്നാമത്തെ കഥ പറഞ്ഞത് ഞാനാണ്. ഇന്നത്തെ കഥ പറയാനും എനിക്ക് സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു. താങ്ക് യു സാർ. തീർച്ചയായിട്ടും സാറ് പറഞ്ഞ ആദ്യത്തെ ഒരു കമൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു അധ്യാപകനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു രീതി, അത് ഒരു പക്ഷേ അത് പോലീസിൻ്റെ മാത്രമാകണമെന്നില്ല. പൊതുവേ ഇപ്പം നമ്മൾ ടി വിയിലും ഒക്കെ കാണുമ്പോൾ അങ്ങനെയാണ്. വളരെ നിസ്സാര കാര്യം പോലും പർവ്വതീകരിച്ച് അതിനേറ്റവും മോശമായ രീതിയിൽ, അതൊരു എന്താ പറയുന്ന ഒരു മീഡിയ വാല്യൂ ഉണ്ടാക്കുന്ന രീതിയിലേക്കൊക്കെ മാറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അപ്പം ഇവിടെ അധ്യാപകരും എല്ലാവർക്കും അവരവർ സഹജീവികളാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും കമന്റ്? ഡോക്ടർ വല്ലതും പറയുന്നോ? കുഞ്ഞി മാസ്റ്റർ പറഞ്ഞോ? കുഞ്ഞോയി മാസ്റ്റർ പറഞ്ഞോ? പറഞ്ഞു. സുധോധനൻ ഡോക്ടർ ഉണ്ടെങ്കിൽ പുള്ളി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഡോക്ടർ തിരക്കിലാണ്. ഉണ്ടോ? സാർ, എനിക്ക് ഒരു കഥ ഒരിക്കലും ഞാൻ മിസ്സാവാത്തതാണ്. പക്ഷെ ഇന്ന് പറ്റിയതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു ഗസ്റ്റ് വന്നു. അപ്പം അദ്ദേഹം വന്ന്
ഒന്ന് പോയി കിട്ടണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചെങ്കിലും അദ്ദേഹം എന്നെ വളരെ കാലത്തിന് ശേഷം കാണുന്ന കാരണം ഒരു സൗഹൃദമായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ ഓർമ്മകൾ അയവിറക്കലും ഒക്കെ നടത്തി. പക്ഷെ മനസ്സ് കടന്ന് പെടുകയായിരുന്നു, ക്ലാസ് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന്. പക്ഷെ ഞാൻ 3 ക്ലാസ്സുകളുടെയും ചർച്ച ഞാൻ ശ്രദ്ധാപൂർവം കേൾക്കുകയുണ്ടായി. അപ്പൊ അതിൽ വളരെ ലളിതമായ 3 കഥകൾ, 3 വിഷയങ്ങൾ അവതരിപ്പിച്ച് ഒരു രീതി. അധ്യാപകരാണ് ഇപ്പം ഏറ്റവും സ്ട്രെസ് അനുഭവിക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവര്. പണ്ട് ഏറ്റവും ആഹ്ലാദിച്ച് ജോലി ചെയ്യുന്നവരും ബഹുമാന്യരും ഒക്കെ ആയിരുന്നു. എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു, എൻ്റെ ഭാര്യ അധ്യാപിക. അങ്ങനെ ഒക്കെ ഈ അധ്യാപക ജോലിയുടെ ഒരു മനോഹാരിതയും ബഹുമാന്യം ലഭിക്കലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഈ പോലീസ് പരസ്യമായിട്ട് ടീച്ചറെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കുറ്റവാളിയെ പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അധ്യാപകർ തൊഴിലാളിയുടെ ലിസ്റ്റിലാണ്. അധ്യാപകരുടെ സംഘടനകളും കാണുന്നത് തൊഴിലാളികളായിട്ടാണ് അവരുടെ അംഗങ്ങളെ കാണുന്നത്. അധ്യാപക നേതാക്കന്മാരെല്ലാം തൊഴിലാളികളായിട്ട് തൊഴിൽ ചെയ്യുന്ന, തൊഴിലിനെ ലാളിക്കുന്നവരാണ് തൊഴിലാളി. അപ്പോൾ ഈ അധ്യാപകരും ചുമട്ടുതൊഴിലാളിയും തമ്മിൽ വ്യത്യാസം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ സമൂഹം അധ്യാപകരെ കാണുന്നത്. പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ മാതൃകകൾ, പക്ഷെ വേറൊരു കാര്യം, ഈ ഒരു ടീച്ചർ പറയുന്നതാണ് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ വേദവാക്യം പോലെ സ്വീകരിക്കുക. അച്ഛനും അമ്മയും പറഞ്ഞാൽ അതൊന്നും കേൾക്കില്ല ഒരു കുട്ടിയും. കാരണം എൻ്റെ പേരക്കുട്ടിക്ക് ചോക്ലേറ്റ് പണ്ട് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ ബാംഗ്ലൂർ പോകുമ്പോൾ ഇത് കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ഈ ലോലിപോപ്പ് എന്ന് പറഞ്ഞൊരു കോലിൻ്റെ അറ്റത്തുള്ള ഉണ്ട ഇങ്ങനെ ഉറിഞ്ചി മോനെ ഓടുന്നതും അത് അമ്മമ്മയും അപ്പനും ഒക്കെ കൊണ്ടുവന്ന് വലിയ അഭിമാനത്തോടെ കാണിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇപ്രാവശ്യം ചെന്നപ്പോൾ അവർ പറഞ്ഞ്, നോ, ടീച്ചർ ടോൾഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ടീത്ത്. ഞാൻ കഴിക്കില്ല. മറ്റേത് നമ്മൾ എത്ര പറഞ്ഞാലും, നമ്മൾ പറഞ്ഞാലോ അച്ഛനും അമ്മയും പറഞ്ഞ, പക്ഷെ ടീച്ചർ പറഞ്ഞാൽ വേദവാക്യാണ് ചെറുപ്രായത്തിൽ. പക്ഷെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, പക്ഷെ ഈ ടീച്ചർമാർ ഏറ്റവും അപമാനിക്കപ്പെടുന്നതും ഒക്കെ കേരളത്തിലാണ് സാർ, ജോഷി സാർ. അത് ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ പഠനത്തിന് വേണ്ടി കേരളം വിട്ട് പുറത്തേക്ക് പോകുന്നതൊക്കെ. അധ്യാപിക ടീച്ചർ എന്ന് പറഞ്ഞാൽ സ്കൂള് മാത്രമല്ല, യൂണിവേഴ്സിറ്റികളിലും ഒക്കെ കാണുന്ന ഒരു ട്രെൻഡ്. മനോരമയിൽ ഇപ്പോൾ എഡിറ്റ് പേജിൽ 2 ദിവസം കൊണ്ട് വരുന്നുണ്ട്, 4-year ഡിഗ്രി കോഴ്സ് കേരളത്തിൽ വന്നതോടുകൂടി നമ്മൾ വിചാരിച്ച എല്ലാ വിദേശികളും കേരളത്തിൽ വന്ന് പഠിച്ച് കേരള വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാവുമെന്ന്. ആ ലേഖനം വായിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേരളം വിട്ട് പ്രാണനും കൊണ്ട് ഓടുകയാണ് കുട്ടികളെല്ലാം. കാരണം അവർക്ക് അനുകരിക്കാൻ മാതൃകളായ അധ്യാപകരില്ല, ഗവേഷകരായ അധ്യാപകരില്ല, ആ ജീവിതത്തിന്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള അധ്യാപകർ ആരുമില്ല. പുസ്തകം പഠിപ്പിക്കുന്ന തൊഴിലാളികളായിട്ടൊക്കെ അധ്യാപകർ മാറിപ്പോയിരിക്കുന്നു. ഈ ഗവേഷണം ചെയ്യുന്ന കുട്ടികളുടെ കൂടെ നടന്നിട്ട്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ട്, പുറത്തെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഒക്കെ കുട്ടിയുടെ ഒപ്പമാണ് അധ്യാപകരും മിക്കവാറും മുഴുവൻ സമയം. ഈ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ആൻസർ പേപ്പറിൽ എഴുതി വെക്കുകയല്ല, പ്രോജക്റ്റുകൾ ചെയ്ത് വിജയിപ്പിക്കുന്നവർക്കാണ് മാർക്ക് കിട്ടുക. അതൊരു സത്യമാണ്. അപ്പൊ അധ്യാപകന്റെ റോള് മാറിപ്പോയിരിക്കുന്നു. പണ്ടത്തെ പോലെ നമ്മൾ തറ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേട്ടിട്ട് സങ്കല്പിക്കുന്നവർ മാറി. ഇപ്പോൾ വിജ്ഞാനം കിട്ടാൻ ഒരുപാട് വഴികൾ ഉള്ളത് കൊണ്ട് ഈ അധ്യാപകർ അപ് ടു ഡേറ്റ് ആകുകയും മനഃശാസ്ത്രപരമായിട്ട് സമീപിക്കുകയൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടുപോകും. ഈ അടിയൊന്നും ഇപ്പോൾ യാതൊരു കാരണവശാലും അനുവദിക്കുന്നില്ല, സിസ്റ്റം അനുവദിക്കുന്നില്ല. രക്ഷിതാവ് ഭാര്യയെ അടിക്കാൻ പറ്റില്ല. പണ്ട് ഭർത്താവിന്റെ അവകാശമായിരുന്നല്ലോ ഒരു അടി കൊടുക്കുക, സിനിമയിലൊക്കെ നമ്മൾ കാണുമായിരുന്നല്ലോ. അതേപോലെ നമ്മളൊക്കെ നല്ല അടി കിട്ടിയ ഭാഗ്യവാന്മാരാണ്. ഒരു തെറ്റ് ചെയ്യുമ്പോഴൊക്കെ ഉള്ളിലിരുന്നൊരു കറക്റ്റീവ് ഫോഴ്സ് നമ്മളെ പിന്തിരിപ്പിച്ചിരുന്ന ഒരു നേരത്തെ ആരോ നമ്മുടെ ചർച്ചയിൽ പറയുന്ന കേട്ടു, നല്ല അടി കിട്ടിയ എങ്കിലും അധ്യാപകരെ അന്ന് നമുക്ക് ഭയങ്കര ദേഷ്യമാണെങ്കിൽ ഇപ്പൊ അവരെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. അപ്പം അധ്യാപക വിദ്യാർത്ഥി രീതി മാറിപ്പോയി. ടെക്നോളജി ബേസ്ഡ് ടീച്ചിങ് വന്നതോടുകൂടി അധ്യാപകർ ഒരു ലാപ്ടോപ്പിന്റെ അല്ലെങ്കിൽ ഒരു ഐപാഡിന്റെ റോളിലേക്ക് മാറിപ്പോയിരിക്കുന്നു. അത് നമ്മൾ റിയലൈസ് ചെയ്തേ പറ്റൂ. കേരളമാണ് ഈ അധ്യാപക വിദ്യാർത്ഥികളെ തകർക്കുന്ന ലോകത്തിന്റെ ഹബ്ബ്. കാരണം അധ്യാപകരെ അപമാനിക്കുന്നത്, അധ്യാപകരെ ചേട്ടത്തടിക്കുന്നത്, അധ്യാപകനെ കുത്തിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന വിദ്യാർത്ഥി, ഇങ്ങനെയൊക്കെ ആയിട്ട് കേരളമാണ് ഇതിനെല്ലാം ലോകത്തിന് മാതൃക. ഒരു അധ്യാപകൻ അപമാനിക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാന സ്ഥലം കേരളമാണ്. കാരണം ഞാൻ 2 സ്കൂളുകളുടെ ചുമതല ഉള്ളതുകൊണ്ട് എനിക്കറിയാം, അധ്യാപകരൊക്കെ പേടിച്ച് വിറച്ചാണ് ക്ലാസ്സിൽ പോകുന്നത്. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി ക്ലാസ്സിലേക്കൊക്കെ പോകുന്ന അധ്യാപിക തിരിച്ചു വരുന്നത്, സ്റ്റാഫ് റൂമിലേക്ക് വരുന്നത് സങ്കടപ്പെട്ടും കരഞ്ഞും ഒക്കെയാണ്. കാരണം അങ്ങനെ ഒരു സമൂഹമായിട്ട് മാറി. അപ്പൊ അധ്യാപകരാവാൻ
ശ്രമിക്കുന്ന ഒരു വലിയ ഫയർ സർവീസിൽ ജോലി ചെയ്യുന്നത് പോലെയോ അല്ലെന്നാണ്, അങ്ങനെയൊക്കെ മാറേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നെ ഈ ബാല്യ പ്രണയമൊക്കെ, ഈ പ്രണയമൊന്നും അത്ര വലിയ ദിവ്യമൊന്നും അല്ല. നമ്മുടെ ഒരു വനിതാ സ്വരം ഞാൻ കേട്ടു, ദിവ്യ പ്രണയം എന്ന്. അതിലെന്താണ് ഡിവിനിറ്റി? എന്താ? ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്. പ്രണയം ഒരു താൽക്കാലികമായിട്ട് ഒരാളിനോട് പോകുന്ന കൗതുകം, അതിൻ്റെ അപ്പുറത്ത് ഒരു ഇളം ചിരി, ഒരു നല്ല കമന്റ്, പിന്നെ നമ്മളെ ഒരു ചെറിയ ഒരു ബുക്ക് വാങ്ങാൻ സഹായിച്ചു, പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ഒരു നേട്ടത്തിൽ വന്നൊന്ന് അഭിനന്ദിച്ചു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഇതങ്ങ് പൊട്ടി മുളയ്ക്കുന്നത്. അത് ഇണയെ ആകർഷിക്കലിനേക്കാൾ അപ്പുറത്തേക്ക് അതിന് ഈ കവികളൊക്കെ ഈ കുഴപ്പമുണ്ടാക്കിയതൊക്കെ. ചങ്ങമ്പുഴയൊക്കെ എഴുതിയിട്ട് ഈ പറഞ്ഞ പോലെ അത് ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഈ ഗ്ലോറിഫൈഡ് പ്രണയമൊന്നും ഇക്കാലത്ത് നല്ല, ഇപ്പൊ തേച്ച് വിടുകയും ഇത് ബസ്റ്റി തേച്ച് വിടുക, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അത് മാറിപ്പോയി. അപ്പോൾ കാലത്തിനനുസരിച്ച് മാറി. എങ്കിലും ഈ പ്രണയം ഉള്ളിലൊഴിപ്പിച്ച പഴയ വയസ്സന്മാരായ നമ്മളൊക്കെ ഈ ദിവ്യ പ്രണയമൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് നത്തിങ്, അത് ഒക്കെ പോയി. അത് പിന്നെ ഈ ചങ്ങാതിമാരുടെ സഹായം, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയും. പക്ഷെ ഈ ഒരു ജീവൻ മരണ സമയം വരുമ്പോൾ ചങ്ങാതിയല്ല, ഭാര്യയെ വരെ നമ്മൾ അതില്ലേ, അമ്മ കുഞ്ഞിനെ ആരെങ്കിലും ഒരു അടി ഉണ്ടാകുമ്പോൾ കുഞ്ഞിനെ എടുത്ത് തടുക്കും, കുഞ്ഞിനെ എടുത്ത് അമ്മ അടി കിട്ടാതിരിക്കാൻ തടുക്കുകയൊക്കെ ആയിരുന്നു പണ്ട്. അപ്പൊ അതിൽ ഒരുപാട് വ്യത്യാസം. കഥകളാണല്ലോ ഇത്, നമുക്ക് ആസ്വദിക്കാനും ഇതുപോലെ ചർച്ച ചെയ്യുക, അതേപോലെ തന്നെ അതിൻ്റെ സത്ത ഉൾക്കൊള്ളുക, അത് രസിച്ച് കേൾക്കുക എന്നൊക്കെ. ജോഷി സാറ് ശരിക്ക് ഈ കഥകളുടെ ലോകത്ത് അഭിരമിക്കുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം ഈ കഥകൾ ആസ്വദിച്ച് അതിങ്ങനെ, നമ്മൾ ഈ പണ്ട് പ്യാരി മിഠായി വായിലിട്ട് ഇങ്ങനെ നക്കി 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 തിന്നില്ലേ, അതേപോലെ തീർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ജോഷി സാർ ഈ കഥ അവതരിപ്പിക്കുന്ന ഈ വർത്തമാനം പറഞ്ഞ് അവസാനത്തെ ഈ കൺക്ലൂഡിങ് ഉപസംഹാരം ഉണ്ടായിരുന്നല്ലോ, അതിലൊക്കെ ഇങ്ങനെ അത് ആസ്വാദനമാണ് അറിയുന്നത്, ചുമ്മാ വെറുതെ വായിച്ചു പോകുന്ന ഒരാളല്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ വൈകുന്നേരം എനിക്ക് 3 കഥയും കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ചർച്ചകളിലൂടെ അതിന്റെ മുഴുവൻ രസവും ഞാൻ ആസ്വദിച്ചു. നന്നായി ജോഷി സാർ, താങ്ക് യു സോ മച്ച്. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ കൺക്ലൂഷൻ. അത് സാർ അവസാനം പറഞ്ഞ ഈ കാര്യങ്ങളില്ലേ, അത് വളരെ ഒരു ഈ ഫീഡ്ബാക്കിന് ശേഷം പറഞ്ഞ ആ ഒരു വിലയിരുത്തൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് നന്നായി, ഗംഭീരായി ഇന്നത്തെ ഒരു സെഷൻ. ഓക്കെ, താങ്ക് യു. ഐ കൺക്ലൂഡ്. ഇന്നിപ്പോ ഒരു അഡ്മിനിസ്ട്രേറ്ററുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും അവരുടെ സ്കൂളിലേക്ക് പുതിയതായിട്ടൊരു നീഗ്രോ ആയിട്ടുള്ള ഒരു ടീച്ചർ വന്നു. കൊച്ചു സ്കൂളിലേക്ക്, KG സ്കൂളിലേക്കാണ്. അപ്പൊ KG സ്കൂളിലേക്ക് വന്നപ്പം ആദ്യത്തെ ഒരു ദിവസം തന്നെ അവർ പ്രിൻസിപ്പളിന് പരാതി പറഞ്ഞു, കുട്ടികളോട് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്, ശാന്തമായി ശബ്ദം കുറച്ച് ശ്രദ്ധയോടെ സംസാരിക്കണം. അത് ആദ്യത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും അവർ ക്ലാസ്സിൽ ഇരുന്ന് കരഞ്ഞു. ഈ ടീച്ചർ അല്ലെങ്കിൽ കൂടെയുള്ള ടീച്ചർ എത്ര പരുഷമായിട്ടാണ് സംസാരിക്കുന്നത്. മൂന്നാമത്തെ ദിവസം അവർ പണി നിർത്തിപ്പോയി എന്ന് പറഞ്ഞ അതൊക്കെ അവരുടെ നമ്മളുടെ 2 കൾച്ചറുകൾ എന്നുള്ള വ്യത്യാസമാണ്. അതെ അതെ അതെ, അത് വലിയ ഒരു അത് ഈ സാർ, ഞാൻ പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധപ്പെടുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം, കേരളത്തിലാണ് ഈ ഹ്യൂമിലിയേഷൻ, ടീച്ചിങ്, വിവരമുള്ളവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക, അവരെ അധിക്ഷേപിക്കുക, അവരെ പരമാവധി വ്യസനിപ്പിക്കുക. ഒന്നും പഠിക്കാത്ത ഒരുത്തന്റെ ഉറച്ച ശബ്ദവും ഉച്ച ശബ്ദവുമാണ് ഈ ഒരു പണ്ഡിതരായ ആരും ഉയർത്തി സംസാരിക്കില്ല, ശബ്ദം ഉയർത്തി സംസാരിക്കില്ല. വളരെ KR നാരായണൻ വളരെ സൗമ്യമായി ശാന്തമായിട്ട് വർത്തമാനം പറയുന്ന അദ്ദേഹത്തിന്റെ സ്പീച്ചൊക്കെ നമുക്ക് ഓർമ്മയില്ലേ. APJ അബ്ദുൽ കലാം അലറി വിളിക്കില്ലായിരുന്നു. അവരൊക്കെ ബെസ്റ്റ് ടീച്ചേഴ്സിന്റെ ലിസ്റ്റിൽ പെടുക. ഡോക്ടർ രാധാകൃഷ്ണന്റെ പ്രസംഗമൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇപ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ അവരാരും ഇപ്പൊ ഈ വലിയ പാണ്ഡിത്യമുള്ളവരും വലിയ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ വളരെ സൗമ്യമായി സംസാരിക്കുന്നവരാണ്. ഏറ്റവും മികച്ച ഡോക്ടർമാരും ഏറ്റവും സൗമ്യമായിട്ട് സംസാരിക്കുന്നവരാണ്. പക്ഷെ ഈ ഇത്തിരി വിജ്ഞാനവും വെച്ചിട്ട് കുറെ ഗുണ്ടായുസവും ഒക്കെ ആയിട്ട് വരുന്നവരുടെ ശബ്ദങ്ങളാണ് ഇപ്പൊ ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ ഒരു റിസൾട്ട്, ലക്ഷക്കണക്കിന് കുട്ടികളുടെ റിസൾട്ട് മനോഹരമായി അവതരിപ്പിക്കുന്നതിന്റെ കലാപരമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് റിസൾട്ട്. പക്ഷെ അത് ലോകത്തിന്റെ മുഴുവൻ പരിഹാസത്തിന് പാത്രമാകുന്നവരും ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുകയാണത്. നമ്മുടെ നാട്ടിലാണ് ഈ വിദ്യാഭ്യാസം നൽകുന്നവരെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും അപമാനിക്കുന്നതും. പക്ഷെ വെൻ യു ആർ ഔട്ട്സൈഡ് കേരള,
തമിഴ്നാട്ടിൽ പാലക്കാട് നിന്ന് ഏതാണ്ട് 100 ചില്ലാനം ബസ്സുകൾ തമിഴ്നാട്ടിലേക്ക് കുട്ടികളുമായിട്ട് പോകുന്നുണ്ട്. വെറും ഡിഗ്രി കോഴ്സിന് സർ. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാൻ തമിഴ്നാട്ടിലേക്ക് പോവാണ്, ഹിസ്റ്ററി പഠിക്കാൻ തമിഴ്നാട്ടിലേക്ക് പോവാണ്. ബസ് കയറി അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന കുട്ടികൾ വളരെ അച്ചടക്കത്തിൽ പെരുമാറുന്നു, ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കുന്നു. അവിടെ പരീക്ഷ കൃത്യസമയത്ത് നടക്കുന്നു, മാർക്കും റിസൾട്ടും കൃത്യമായിട്ട് നടക്കുന്നു. അവിടെ ഈ വെള്ളം ചാമ്പിയിട്ട് വൈസ് ചാൻസലർ രാജിവെക്കണമെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ കുട്ടികളെ ഇറക്കിക്കൊണ്ട് പോലും ഒന്നുമില്ല. ഞാൻ എപ്പോഴും ഈ പറയും, ഇഫ് യു വാണ്ട് ടു ഗെറ്റ് എ ബെറ്റർ എഡ്യൂക്കേഷൻ ഗോ ഔട്ട് ഓഫ് കേരള എന്ന് ഞാൻ ഈ ക്ലാസ്സുകളിൽ പോലും പറയാറുണ്ട്. അങ്ങനെ ഒരു ദുര്യോഗം നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ആ ഘട്ടമൊക്കെ കടന്നു പോയത് കൊണ്ട് നമുക്ക് ഈശ്വരന് നന്ദിയും പറയാം. ജോഷ് സാർ, യു തിങ്ക് അബൌട്ട് സാറ് കഥ എഴുതിക്കൂടെ? സാർ ഈ പറഞ്ഞ പോലെ ശയ്യാവലംബി എന്നൊന്നും ഞാൻ പറയില്ല, ബട്ട് സാറ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ലൈഫ്. സാർ ഈ കഥ ഈ ഒരു എന്താ കൺഫൈൻഡ് ആയിട്ട് ജീവിക്കുന്ന ഒരാളിന്റെ ഉള്ളിലൂടെ ജാലക കാഴ്ചകൾ പോലെ ഒരു കഥയൊക്കെ സാറിന് എഴുതി അവതരിപ്പിച്ചൂടെ? ഓക്കെ ഓക്കെ ഓക്കെ. സുധാകരൻ ഡോക്ടറെ ഇപ്പൊ ഈ പറഞ്ഞ് നിർത്തിയിടത്തുനിന്ന് ഞാൻ ഒരു വാചകം പറഞ്ഞു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഈ വടക്കൻ പ്രദേശത്തു നിന്നാണല്ലോ, നിങ്ങൾ പാലക്കാടാണോ മലപ്പുറം ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു കുട്ടിയെ മൊബൈൽ ഉപയോഗിച്ച് അവന്റെ മുടിയൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ മേലോട്ട് നിൽക്കുന്ന ഒരു അവനെ പിന്നെ പ്രിൻസിപ്പൾ പിടിക്കുകയും ഇവന് പ്രിൻസിപ്പളിന്റെ പിന്നെ മുറിയിൽ വന്ന് പറഞ്ഞ വാചകങ്ങൾ നമ്മള് വാട്സപ്പിൽ വന്നത്. അതെ 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 സർ. ആനക്കര, പാലക്കാട് ജില്ലയിലെ ആനക്കര സ്കൂളിലെ ഹെഡ് മാസ്റ്ററോടാണ് പറഞ്ഞത് വെളിയിൽ ഇറങ്ങിയാൽ കുത്തി കൊന്നുകളയുമെന്ന് പറഞ്ഞത്. കാണിച്ചു തരാം. നിങ്ങളാണോ ഈ കുട്ടിക്ക് അപമാനം ഉണ്ടാക്കുന്ന തരത്തിൽ ഈ വീഡിയോ പുറത്തു വെക്കുന്നത്? സാറ് മാപ്പ് പറയേണ്ടി വന്നു. അവിടെയാണ് ഈ കുട്ടി ഈ തോന്നിയതല്ല പറഞ്ഞു. പിന്നെ വേറെ ഏതൊരു വടക്ക് തന്നെയാണല്ലോ, ഒരു കോളേജിലെ ഒരു പ്രിൻസിപ്പലിനെ മൂത്രം ഒഴിക്കാൻ പോലും വിടാതെ കരാമ ചെയ്ത് വെച്ചത്. അതും വടക്കൊന്നും ഒരുപാട് ഇൻസിഡന്റ് ഉണ്ട് സാർ. ഇതിനാണ് നമ്മൾ കലികാലം എന്നും ക്രൈ മൈ ബിലവഡ് കൺട്രി എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കേഴുക പ്രിയ നാടി എന്നൊക്കെ നമുക്ക് പറയാം. ശരിയാണ് സാറ് പറഞ്ഞത് ശരിയായി. അധ്യാപകർക്ക് ഇതിനകത്തൊരു ചെറിയ പങ്കുണ്ട്. അതായത് ഈ ദേശീയ പണിമുടക്ക് അധ്യാപകരും തൊഴിലാളികളും പണിമുടക്കുന്നു, മനസ്സിലായില്ലേ? അപ്പൊ തൊഴിലാളികളോടൊപ്പമായിട്ട് അവരും അങ്ങ് സ്വയം അങ്ങ് മാറിയിരിക്കുക. ഓക്കെ സർ. ഓക്കെ, മതി. ഓക്കെ. സാബു സാറേ, ഇത് കഴിഞ്ഞ് ഇനി കോട്ടയത്തിന് വരേണ്ടതായിരിക്കും ചിലപ്പോ. പോയോ? എല്ലാരും പോയോ? സാബു സാറേ ഒരു അനുഭവം കൂടെ പറഞ്ഞോട്ടെ. ഞങ്ങളുടെ കൊല്ലത്ത് പറഞ്ഞോട്ടെ സാർ? പറഞ്ഞോ. നമ്മളെ അപ്പൊ കൊല്ലത്ത് പണ്ട് ഒരു SM കോളേജിൽ സമരം നടന്ന് 4 വിദ്യാർത്ഥികളെ പിരിച്ചുവിട്ട് അവരെ തിരിച്ചെടുക്കാനായിട്ട് ഒരുപാട് ദിവസങ്ങൾ സമരം ചെയ്ത് അതിൻ്റെ ഇടയിൽ കുട്ടികൾ പ്രിൻസിപ്പലിനെ ആ മുറിക്കകത്ത് ഘേരാവോ അങ്ങനത്തെ ഇത് ചെയ്ത് അത്രയും സമയം സാറിനെ പുറത്തോട്ട് ഇറങ്ങാൻ സമ്മതിക്കാതെയും ഭക്ഷണം കഴിക്കും ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്ക് സാർ ഈ കോളേജിൽ നിന്ന് അങ്ങ് പോയി സാറിൻ്റെ നാട്ടിലേക്ക്. പിന്നെ സാറിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, സാർ അങ്ങ് പോയി. അത്രയ്ക്ക് സാറിന് ആ മനസ്സ് ഇത്രയും വേദനിച്ചു ആ കുട്ടികൾ സാറിനോട് അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. അന്ന് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നും അല്ല, ഇഷ്ടം പലതുണ്ട്. അപ്പോ ബാക്കി എല്ലാരും പോയി. നമ്മള് 7 പേരേ ഉള്ളൂ. നമുക്ക് ഇറങ്ങിയാലോ? ശരി സാർ. സാബു സാറ് വൈക്കത്തെങ്ങാണ്ടാണ്, കോട്ടയത്തിന് രാത്രി വരണ്ട. ഓക്കെ സാർ. അപ്പൊ ഓക്കെ, താങ്ക് യു. ഓക്കെ എല്ലാരും ഇറങ്ങിയെന്ന് തോന്നി. ഓക്കെ.